ഒരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം കേട്ട് വീണ്ടും നിന്നെ മഹത്വപ്പെടുത്തുവാൻ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു പരിശുദ്ധ പിതാവേ. അപ്പൊ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങൾ ഓരോരുത്തരെയും അപ്പൊ അതിന്റെ ആശ്വാസകരം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട ഞങ്ങളെ കാത്ത് സൂക്ഷിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ വചനം ഞങ്ങൾക്ക് നൽകണമേ അപ്പ. കഴിഞ്ഞ നാളുകളിലെല്ലാം അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി കർത്താവേ. ദുഷ്ടന്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ നിന്റെ വചനം ഞങ്ങൾക്ക് കർത്താവേ കാലുകൾക്ക് ദീപമായി തീർന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പന്റെ പാദപീഠത്തിലേക്ക് വീണ്ടും താഴ്ത്തി സമർപ്പിക്കുന്നു. ദൂരത്തിൽ ചാരിതമായി ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ സാന്നിധ്യം ഇന്ന് പകൽനേരം ഇടപെടണമേ അപ്പ. യേശുവേ, അന്ത്യകാലമാകുന്നുവല്ലോ കർത്താവേ. ദുർഘട സമയങ്ങൾ അടുത്തു വരുമ്പോൾ ഞങ്ങൾ ഒരുക്കത്തോടുകൂടെ ആയിരിക്കുവാൻ കർത്താവെ ഞങ്ങൾ സൂക്ഷിച്ച് ഞങ്ങളുടെ കാലടികളെ വെക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ പിതാവെ നീ സഹായിക്കണം. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളെ മുദ്ര വെച്ച് ഞങ്ങളെ കാക്കുന്ന ഞങ്ങളുടെ വലിയ സ്നേഹം ഇന്ന് പകൽനേരം ഇവിടെ വ്യാപരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അപ്പാ നീ ഇപ്പൊ പകൽനേരം ഞങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതിനായി സ്തോത്രം ഏറ്റെടുക്കണമേ അപ്പാ. ശുശ്രൂഷകളെ സ്വർഗം ഏറ്റെടുക്കണം. പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നിറഞ്ഞ് കർത്താവ് നിന്റെ ആലോചനകളെ അറിയുവാനും കർത്താവെ നിന്റെ മാറ്റമില്ലാത്ത വചനത്തെ പ്രഖ്യാപിക്കുവാനും കർത്താവെ ഹാളെന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ ചെയ്യണം, ബലപ്പെടുത്തണം, പരിപാലിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമം തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽനേരം ദൈവസന്നിധി നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ, പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ, ആരാധനയിലായിരിക്കുമ്പോൾ കർത്താവിന്റെ കൃപ നമ്മളോടുകൂടെ ഉണ്ടല്ലോ. നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയുടെ കൂടെ ആയിരിക്കാം. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ദിവസം വളരെ ആഴമുള്ള ചില വിഷയങ്ങൾ ചിന്തിക്കുവാൻ, കള്ളപ്രവാചകന്മാരെ, വ്യാജ ശുശ്രൂഷകരെ കുറിച്ചൊക്കെ ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽനേരം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ദൈവത്തിന്റെ വചനങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് ആത്മീകമായി ഭക്ഷിച്ച് ബലം പ്രാപിക്കുവാൻ ഇടയാകട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് പകൽനേരം നമ്മളായിരിക്കുമ്പോൾ ചില വചനഭാഗങ്ങൾ നമുക്ക് ഇന്ന് പകൽനേരം നമുക്ക് എടുക്കാം. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ആദ്യമായി തന്നെ സ്തോത്രം നമുക്ക് സ്തോത്രം യോഹന്നാൻ എഴുതിയ സുവിശേഷം യോഹന്നാൻ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 10-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലനായ യോഹന്നാൻ, കർത്താവായ യേശു ക്രിസ്തു സ്നേഹിച്ച ശിഷ്യൻ എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുമ്പോൾ, യോഹന്നാൻ അപ്പോസ്തലനായ യോഹന്നാൻ തൻ്റെ പേരൊരിടത്തും പരാമർശിച്ചിട്ടില്ല. അങ്ങനെ വ്യത്യസ്തമായൊരു സ്തോത്രം സുവിശേഷ ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിൻ്റെ എഴുത്തുകാരൻ അവിടെ ഹൈഡായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. എന്നാൽ നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ഒത്തിരി വിഷയങ്ങൾ അത് പഠിക്കുവാനുണ്ട്. ജീവനുള്ള ദൈവത്തെ ദൈവമായി തന്നെ വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ യോഹന്നാന്റെ സുവിശേഷം. മറ്റ് സുവിശേഷങ്ങളിൽ ഇല്ലാത്ത പല വിഷയങ്ങൾ വ്യക്തമാക്കുന്നതാണ് യഥാർത്ഥത്തിൽ സ്തോത്രം ഈ പറയുന്ന യോഹന്നാന്റെ സുവിശേഷം എന്ന് പറയുന്നത്. മറ്റു പല സമാന്തര സുവിശേഷങ്ങളിൽ പറയുന്ന പല ചരിത്രങ്ങൾ ഇതിൻ്റെ അകത്തില്ല. എന്നാൽ ഇതിൻ്റെ അകത്ത് പറയുന്ന ചില വിഷയങ്ങൾ മറ്റ് ഉള്ള സുവിശേഷങ്ങളിലൊന്നും കാണാൻ കഴിയത്തില്ല. അപ്പോൾ സ്തോത്രം യേശുക്രിസ്തു പറഞ്ഞ വചനങ്ങൾ യേശുക്രിസ്തു ദൈവമാണെന്ന് അടിവരയിടുന്ന ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. അവൻ ദൈവമാണെന്ന് പൂർണ്ണമായി തെളിയിക്കുന്നതാണ് എല്ലാ വാക്യങ്ങളും ഈ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമ്മൾ അടുത്തു വരുമ്പോൾ, കർത്താവായ യേശുക്രിസ്തു അതിന്റെ ഈ 10-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ, 10-ാം അധ്യായത്തിൽ താൻ തന്റെ ശിഷ്യന്മാരോടും തന്നെ അനുഗമിക്കുന്നവരോടും കർത്താവ് പറയുന്ന ഒരു കാര്യം, സ്തോത്രം, ഞാൻ എൻ്റെ ആടുകളെ അറിയുന്നു, എൻ്റെ ആടുകൾ എന്നെ അറിയുന്നു. ആമേൻ. അപ്പോൾ കർത്താവിൻ്റെ ആടുകൾ കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിനെ അനുഗമിക്കുന്ന ആടുകൾ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇത് കർത്താവെന്ന് ശിഷ്യന്മാരോട് പറയുമ്പോൾ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ എന്താണെന്ന് ശിഷ്യന്മാർക്ക് അതിന് അതിശയമായിരുന്നു.
പക്ഷേ അതിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് ദൈവം തന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനാൽ ആ പറഞ്ഞ വചനം നിവർത്തിച്ചു എന്ന് നമുക്ക് ഇന്നറിയാം. പരിശുദ്ധാത്മാവിന് നടത്തപ്പെടുന്ന ഏതൊരു വ്യക്തിയും ദൈവ ശബ്ദത്തിന് കീഴിലാണ് നടത്തപ്പെടുന്നത്. ദൈവാത്മാവിന് നടത്തപ്പെടുന്ന ഏതൊരു വ്യക്തിയും പരിശുദ്ധാത്മാവിന്റെ ആലോചന, സ്വർഗത്തിലെ ദൈവത്തിന്റെ ആലോചന അറിയുകയും ആ അറിഞ്ഞ ആലോചനകൾ നിവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വലിയ കാര്യപരിപാടിക്കകത്താണ് യഥാർത്ഥത്തിൽ ഏതൊരു ദൈവമക്കളും അടുത്തു വരുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം, പരിശുദ്ധാത്മാവിന്റെ ആലോചന നമ്മൾ കേൾക്കുന്നെങ്കിൽ മാത്രമാണ് നാം ദൈവ കൃപയിലായിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ വ്യക്തമായി ഇതിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ദൈവ ശബ്ദം കേൾക്കേണ്ടതിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വാക്യം നമ്മൾ വായിക്കുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ പിതാവ് എന്നെ അറിയുകയും ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ കർത്താവായ യേശുക്രിസ്തു നമുക്കൊരു നല്ല മാതൃക ഉണ്ടാക്കി തരികയാണ്. ഈ ഭൂമിയിൽ ഒത്തിരി മാതൃകകളുണ്ട് അല്ലെ? ഇവിടെ ഈ ഭൂമിയിലെ ഗുരു ശിഷ്യ ബന്ധങ്ങൾ, മാതാപിതാക്കന്മാർ മക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ, കുഞ്ഞുങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, ഇങ്ങനെ പല ബന്ധങ്ങൾ ഭൂമിയിലുണ്ട് ഇല്ലേ? പല ബന്ധങ്ങൾ ഭൂമിയിലുണ്ട്. എന്നാൽ ഈ ബന്ധങ്ങളും ഈ മോഡൽസ് ഒന്നും കർത്താവായ യേശു ക്രിസ്തു എടുത്തില്ല. ദൈവസഭയെ പഠിപ്പിക്കാൻ ക്രിസ്തു എടുത്തത്, ഞാൻ എൻ്റെ പിതാവിനെ അറിയുന്നത് പോലെയും പിതാവ് എന്നെ അറിയുന്നത് പോലെ എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യും. അപ്പോൾ നാം മനസ്സിലാക്കണം, രക്ഷിക്കപ്പെട്ട് നമ്മൾ വിശ്വാസ സ്നാനം പ്രാപിച്ചപ്പോൾ, നമ്മുടെ വിശ്വാസം സ്നാനം പ്രാപിച്ചു, അപ്പോൾ നമ്മുടെ പാപങ്ങൾ കഴുകപ്പെട്ടു. അതിനുശേഷം നമ്മൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിച്ചു. അങ്ങനെ നാം ദൈവത്തിന്റെ മക്കളായി തീർന്നു. അങ്ങനെ നമ്മൾ സ്നാനത്താൽ നമ്മുടെ അകൃത്യങ്ങൾ കഴുകപ്പെടുകയും അതുപോലെ തന്നെ പരിശുദ്ധാത്മാഭിഷേകത്താൽ നാം ദൈവത്തിന്റെ മക്കളാവുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളായി ആ വലിയ പദ്ധതിക്കകത്തിരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു പറയുന്ന കാര്യം ശ്രദ്ധിച്ചോ? നിങ്ങൾ എന്നെ അറിയുന്നത് പോലെ അല്ലെ, എന്റെ പിതാവിനെ ഞാൻ അറിയുന്നത് പോലെ, എന്നെ എന്റെ പിതാവ് അറിയുന്നത് പോലെ എനിക്കുള്ളവ എന്നെ അറിയുകയും ഹല്ലേലൂയ ഞാൻ അവയെ അറിയുകയും. അപ്പോൾ അങ്ങനെ ഒരു ബന്ധത്തിലേക്കാണ് ദൈവസഭയെ ദൈവമാക്കി വെച്ചിരിക്കുന്നത്. ദൈവസഭ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തികളുമാണ്. ദൈവസഭ എന്ന് പറയുന്നത് ഓരോ വ്യക്തികളാണ്, ഒരിക്കലും കെട്ടിടമല്ല, വ്യക്തികളാണ് സഭകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ സഭയാണ്. അപ്പോൾ സഭയാണെന്നും ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നത് ആരിലോ അവരാണ് ദൈവത്തിന്റെ ആലയമായി തീർന്നിരിക്കുന്നത്. അപ്പോൾ നാം ദൈവത്തിന്റെ ആലയമാണ്. കരങ്ങൾ ദൈവത്തിന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ സാന്നിധ്യ ആലയങ്ങളിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഉടനെ പറയണം, ഉണ്ട്. ദൈവം ഇന്ന് ആലയങ്ങളിൽ വസിക്കുന്നുണ്ട്. ആ ആലയം മണ്ണ് കൊണ്ടോ സിമന്റ് കൊണ്ടോ കല്ലുകൊണ്ടോ ഉണ്ടാക്കിയതല്ല, ഏതെങ്കിലും പ്രത്യേക ഡയറക്ഷനിൽ കിടക്കുന്നതല്ല. ആ ആലയം എന്ന് പറയുന്നത് ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യരിലാണ് ദൈവത്തിന്റെ ആലയമായി ദൈവം കരുതിക്കൊണ്ടിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് യെരൂശലേം ദേവാലയം ഇല്ല. അതിനെ 2000 വർഷം മുമ്പ് അല്ലെ AD 70 അങ്ങ് ഇടിച്ചു കളഞ്ഞു. ഇപ്പോഴില്ല. ഇനി യഹൂദന്മാരത് പണിയും. അപ്പോൾ ദൈവത്തിന്റെ ആലയം, കാണപ്പെടുന്ന ഒരു ആലയം ഇവിടെ പണിതു പോകുന്നതിന് മുമ്പ് ദൈവത്തിന്റെ സാന്നിധ്യം വസിക്കുന്ന ഓരോ വ്യക്തികളാകുന്ന ആലയങ്ങൾ ദൈവരാജ്യത്തിൽ ചേർക്കപ്പെടണം. മനസ്സിലാവുന്നുണ്ടോ? സ്വർഗ രാജ്യത്തിൽ ചേർക്കപ്പെടണം. അതിനായിട്ടാണ് സ്വർഗത്തിലെ ദൈവം നമ്മളെ ഈ നാളുകളിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിവിടെ മനസ്സിലാക്കണം, കർത്താവായ യേശുക്രിസ്തു പറയുന്ന മോഡൽ എന്ന് പറയുന്നത് നമ്മൾ ആരും ചിന്തിക്കുന്ന മോഡലല്ല. കർത്താവ് പദ്ധതിയിട്ടിരിക്കുന്ന മോഡൽ എന്ന് പറയുന്നത് താനും പിതാവുമായിട്ടുള്ള ബന്ധമാണ് സ്വർഗത്തിലെ കർത്താവ് നമുക്ക് നൽകുന്നത്. ആ പാറ്റേൺ ആണ് തരുന്നത്, മറ്റൊന്നും നമുക്ക് നൽകിയിട്ടില്ല. അതുകൊണ്ട് മനസ്സിലാക്കണം, ഈ മോറൽ സ്റ്റോറീസ് അല്ലെ,
മോറൽ സ്റ്റോറീസ് ഒന്നും നമുക്ക് ഇന്ന് ആവശ്യമാണെന്ന് ചോദിച്ചാൽ പാപമനുഷ്യന് ന്യായപ്രമാണം ആവശ്യമായിരിക്കുന്നത് പോലെ മോറൽ സ്റ്റോറീസും പാപമനുഷ്യന് ആവശ്യമാണ്. പക്ഷേ രക്ഷയുടെ അനുഭവത്തിൽ വന്ന ഒരുവന് മനസ്സിലാകണം, എന്നെ പണിതിരിക്കുന്നത് ദൈവത്തിന്റെ ഫോർമാറ്റ് അനുസരിച്ചാണ്. അതുകൊണ്ട് എന്നെ നിലനിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ ഈ പ്രോസസ് അനുസരിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ആ പ്രോസസ് ലോകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ. മറ്റൊരു സിസ്റ്റമോ മറ്റൊരു സ്റ്റൈലോ മറ്റൊരു പാറ്റേണോ ഈ ദൈവ സ്നേഹത്തിനൊപ്പം നിൽക്കുവാനില്ല. അപ്പോൾ ആ പാറ്റേണിനെയാണ് ഇന്ന് പകമേരം നമ്മൾ ഇന്ന് കാണുവാനും ദൈവത്തിന് മഹത്വപ്പെടുത്തുവാൻ ഇടയായിത്തീരുന്നത്. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച വിഷയവുമായി വളരെ അഭേദ്യ ബന്ധമുണ്ട്. കാരണം ഈ ബന്ധമില്ലാത്ത ചിലരാണ് ഇന്ന് ദൈവസന്നിധിയിൽ വരുന്നതെങ്കിൽ അവർ ജനത്തെ വഞ്ചിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. വായിച്ചേ, തുറന്ന് വായിച്ചേ. ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവനെ കൊടുക്കുന്നു. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാവുന്നു. വായിച്ചോ. എന്റെ ശബ്ദം കേൾക്കും, ഒരിടയനുമാകും. ആമേൻ. ശ്രദ്ധിച്ചേ, ഇവിടെ കർത്താവായ യേശുക്രിസ്തു ഈ വിഷയം പറയുമ്പോൾ ഇത് വളരെ വ്യക്തമാക്കണം. ഏത് വിഷയത്തിന് ശേഷമാണ് ഈ സംഭാഷണത്തിലേക്ക് കർത്താവായ യേശുക്രിസ്തു എത്തുന്നത്? അതിന് വളരെ പ്രാധാന്യമുണ്ട്. ഏത് വിഷയത്തോടുള്ള ബന്ധത്തിലാണ് കർത്താവായ യേശുക്രിസ്തു ഇത് പറയുന്നത്? അത് വളരെ ശ്രദ്ധിക്കണം. ആമേൻ. ഹല്ലേലൂയ. അവിടെ വചനം പറയുന്നത് അതിന്റെ 10-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, അതിന്റെ 10-ന്റെ 1 മുതൽ വായിച്ചോ. ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻതൊഴുത്തിൽ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. വാതിലിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. തന്റെ ആടുകളെ അവൻ പേര് ചൊല്ലി വിളിച്ചു പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയെ ഒക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അന്യന്മാരുടെ ശബ്ദം അറിയായിക കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. ഈ സാദൃശ്യം യേശു അവരോട് പറഞ്ഞു. എന്നാൽ തങ്ങളോട് പറഞ്ഞത് ഇന്നത് എന്ന് അവർ ഗ്രഹിച്ചില്ല. യേശു പിന്നെയും അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, കർത്താവായ യേശുക്രിസ്തു പറയുന്ന കാര്യം ആടുകളുടെ വാതിൽ. ഇച്ചിരി കൂടെ വ്യക്തമായി പറഞ്ഞാൽ ആത്മാക്കളുടെ ഇടയൻ ക്രിസ്തുവാകുന്നു. മനസ്സിലാകുന്നോ? ആത്മാക്കളുടെ രക്ഷകൻ ക്രിസ്തുവാകുന്നു. വീണ്ടെടുപ്പുകാരൻ ക്രിസ്തുവാകുന്നു. ആടുകളെ സ്വതന്ത്രം രക്ഷിച്ച് ദൈവ പദ്ധതിയിലേക്ക് കൊണ്ടുവരാൻ അയക്കപ്പെട്ട ക്രിസ്തു തന്റെ ശുശ്രൂഷ ചെയ്യേണ്ടതിന്, മരിക്കേണ്ടതിന്, ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കേണ്ടതിന് ലോകത്തിലേക്ക് വന്നു. എന്നാൽ സ്വതന്ത്രം മറ്റുള്ള കൂലിക്കാരുണ്ട്. കൂലിക്കാരുടെ പ്രത്യേകത, അവർ കൂലിക്ക് മാത്രമാണ് നിൽക്കുന്നുള്ളൂ, വേറൊന്നും അവർക്ക് വിഷയമല്ല. കൂലിക്കാരായിട്ട് നിൽക്കുന്നവർ എപ്പോഴും ഹല്ലേലൂയ ക്രിസ്തുവിനെ അല്ല ഉയർത്തിയത്, യഹൂദന്മാർക്കിട്ട് കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. ഹല്ലേലൂയ. ഈ ന്യായപ്രമാണം ലഭിച്ചവൻ ക്രിസ്തുവിലേക്ക് തിരിക്കുകയും രക്ഷകനാകുന്ന കർത്താവിലേക്ക് തിരിക്കുന്നതിന് പകരം സ്വന്തം മഹത്വം അന്വേഷിച്ചുകൊണ്ടിരുന്നു. ആമേൻ. അങ്ങനെയല്ല ഇവിടെ വായിക്കുന്നത്. അവിടെ വായിച്ചേ. എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ. ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല. ഞാൻ വാതിലാകുന്നു. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിക്കുവാനും ഉറക്കുവാനും മുടിക്കുവാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കണം, കള്ളൻ എന്നിവിടെ പറയുമ്പോ നമ്മൾ ഇതിന്റെ അത് വൈഡായിട്ട് നമ്മൾ ഈ വിഷയം കാണണം. ഇവിടെ ഒരു രാത്രിയിൽ പതുങ്ങി വരുന്ന ഒരു മോഷ്ടാവിനെ അല്ല കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. രക്ഷകനിലേക്ക്, പാപത്തിന്റെ പരിഹാരം വരുത്തുന്ന ദൈവത്തിലേക്ക്
ആടുകളുടെ ശ്രദ്ധ തിരിക്കാതെ മറ്റേതിലേക്ക് ശ്രദ്ധ തിരിക്കുന്നവൻ കള്ളനാ. മനസ്സിലാക്കണം. രക്ഷയുടെ പദ്ധതി ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എങ്ങനെയാ ഇങ്ങനെ വന്നേ? ഈ പദ്ധതിയിലേക്ക് എങ്ങനെ നമ്മൾ വന്നത്? നമ്മുടെ പാപത്തെ കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ നമുക്ക് പകരക്കാരായി പുത്രനാകുന്ന കർത്താവ് കാൽവരിയിൽ തകർക്കപ്പെട്ടു. നമ്മുടെ പാപത്തിന് പരിഹാരം വന്നു. തന്റെ രക്തം നമുക്ക് പ്രായശ്ചിത്തമായി ഒഴുക്കപ്പെട്ടത് കൊണ്ടാണ് നാം പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചത്. അപ്പോൾ ആ മോചനം പ്രാപിച്ചത് കൊണ്ടാണ് ഇന്ന് പകൽ കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്ക് വരുവാൻ സാധിച്ചത്. നമ്മൾ ഇങ്ങനെ ജീവിച്ചവരല്ല, നമ്മൾ ഇങ്ങനെ ചിന്തിച്ചിരുന്നവരല്ല, നമ്മൾ ഈ വഴികളൊന്നും കണ്ടിട്ടുള്ളവരല്ല. പിന്നെ എങ്ങനെയാ നമ്മൾ ഈ വഴികൾ കണ്ടത്, ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുന്നത്? ഇങ്ങനെ നമ്മുടെ മനസ്സും നമ്മുടെ ജീവിതം മാറിയതിന് പിന്നിൽ ഈ ലോകത്തിൽ വെളിപ്പെടുത്തിയ ഒരു വീണ്ടെടുപ്പിന്റെ പദ്ധതിയുണ്ട്. ആ പദ്ധതിക്കകത്ത് ഞാനും നിങ്ങളും അർഹരായത് കൊണ്ടാണ് ഇന്ന് ഈ വലിയ വ്യത്യാസമെന്ന് ലോകം കാണുന്ന നമ്മളിൽ രക്ഷാപദ്ധതി നമ്മൾ വെളിപ്പെടുവാനിടയായി തീർന്നത്. നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് കാരണം നമുക്ക് വേണ്ടി ഒരു ശിക്ഷിക്കപ്പെട്ടതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ട്? നമ്മൾ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണ്? നമുക്ക് വേണ്ടി ഒരു ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അത് ദൈവപുത്രനാണ്. അതാണ് നമ്മുടെ സാക്ഷ്യം. നമ്മുടെ പ്രസംഗങ്ങൾ മുഴുവൻ അതാണ്. ദൈവപുത്രനാകുന്ന യേശു ക്രിസ്തു എന്റെ പാപങ്ങളുടെ പ്രായശ്ചിത്തത്തിന് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ടു. എന്റെ പ്രായശ്ചിത്തത്തിന് വേണ്ടി അവൻ മുറുക്കപ്പെട്ടു. അപ്പോൾ ചോദിക്കുന്നത് സ്വതം ഇത് ചോദിക്കുമ്പോൾ ലോക മനുഷ്യരുണ്ട് രക്ഷിക്കപ്പെടാത്തത്. അത് ഞങ്ങൾക്കും വേണ്ടിയല്ല. അത് തിരിച്ചറിയുന്നത്. നീ രക്ഷിക്കപ്പെട്ടോ? ഇല്ല. അപ്പൊ പിന്നെ നിനക്ക് വേണ്ടി ബന്ധമില്ല. രക്ഷിക്കപ്പെടാതെ നീ സുവിശേഷം കേട്ടിട്ട് കാര്യമില്ല. സുവിശേഷം കേട്ടാൽ നീ രക്ഷിക്കപ്പെടണം. സുവിശേഷം കേട്ടാൽ നീ മാനസാന്തരപ്പെടണം. സുവിശേഷം കേട്ടാൽ നീ ക്രിസ്തുവിലേക്ക് വരണം. സുവിശേഷത്തിൽ കേട്ടിട്ട് നീ വചനം അനുസരിക്കാതെയും മാനസാന്തരപ്പെടാതെയും ക്രിസ്തുവിലേക്ക് വരാതെ നീ ഇരുന്നു കഴിഞ്ഞാൽ നിന്റെ വിശ്വാസം കൊണ്ട് ഒരു ഗുണവുമില്ല. അല്ലേ? ആ വിശ്വാസം കൊണ്ട് ഗുണമുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. യേശുവിലൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, അവര് നിൽക്കുക. വിഗ്രഹാരാധന വിട്ടിട്ടില്ല, ആവിചാരം വിട്ടിട്ടില്ല, മുറനടപ്പ് വിട്ടിട്ടില്ല, പാപജീവിതം വിട്ടിട്ടില്ല. പിന്നെ നിന്റെ വിശ്വാസം എവിടെ കൊണ്ട് വെക്കാൻ കൊള്ളാം? അപ്പോൾ മാനസാന്തരപ്പെടണം, വീണ്ടും ജനിക്കണം, യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ആ സ്വീകരിക്കുമ്പോൾ നീ സ്നാനമേൽക്കും, നീ കാത്തിരിക്കും, നിന്റെ പാപങ്ങളെ നീ ഏറ്റുപറയും, നീ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെയാണ് നിന്റെ വിശ്വാസം. വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് സ്നാനമുണ്ട്, മാനസാന്തരമുണ്ട്, സ്തോത്രം, വീണ്ടും ജനനമാകുന്ന സ്നാനം, വീണ്ടും ജനമാകുന്ന പരിശുദ്ധാത്മാഭിഷേകമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് വീണ്ടും ജനിക്കും, ആത്മാവിൽ വീണ്ടും തന്നെ സംഭവം. ഇതൊക്കെയാണ് വിശ്വസിക്കുന്നു എന്നുള്ളതിന്റെ കാരണം. അല്ലാതെ സകല ലോകവും പേര് നടക്കുന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കഷായം കുടിക്കുന്ന പോലെ ഒരു പ്രാർത്ഥന, കഷായം കുടിക്കുന്നത് പോലെ ഒരു പ്രസംഗം കേൾക്കും. ഇതുകൊണ്ടൊന്നും ദൈവരാജ്യത്തിൽ പോകത്തില്ല. പോകത്തില്ല, അത് പോകത്തില്ല. അങ്ങനെ പോകുമെങ്കിൽ നമ്മളിവിടെ വരില്ലായിരുന്നല്ലോ, ഇതറിയില്ലായിരുന്നല്ലോ. നിന്ന മാർഗം ശരിയായിരുന്നു എന്ന് വന്നിരുന്നെങ്കിൽ, അതാണ് ഉത്തമമെന്ന് വന്നിരുന്നെങ്കിൽ രക്ഷാപദ്ധതിയായി നമ്മൾ ഇന്ന് ഈ അനുഭവിക്കുന്ന തലത്തിലേക്ക് എത്തുകയില്ലായിരുന്നല്ലോ. ഇവിടെ ഇങ്ങനെ ഒരു പ്രസംഗമേ ഉണ്ടാകത്തില്ലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രൻ കാൽവറിയിൽ തകർക്കപ്പെട്ടു എന്നുള്ളതിന് പ്രത്യക്ഷമായ തെളിവാണ് നമ്മൾ ഓരോരുത്തരും ഈ തലമുറയിൽ. അല്ലേ? ഇങ്ങനെ പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ശക്തി ഏതാ എന്ന് ചോദിച്ചാൽ തന്നെ കാൽവറിയിൽ ഒരുവൻ തന്റെ പ്രാണനെ വെടിഞ്ഞപ്പോൾ സ്തോത്രം നമ്മളെ ഓരോരുത്തരെ തേജസ്സിലേക്ക് നടത്തേണ്ടതിനാ പിതാവിന്റെ കരത്തിലേക്ക് തന്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ജീവനെ വെടിഞ്ഞ പുത്രനാകുന്ന യേശു ക്രിസ്തുവാണ്. അവനാണ് നമ്മുടെ പിന്നിൽ വ്യാപരിക്കുന്ന ശക്തി. മനസ്സിലാവുന്നുണ്ട്? അവനാണ് നമ്മുടെ പിന്നിൽ വ്യാപരിക്കുന്ന ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് മനസ്സിലാക്കണം, നമ്മൾ ലോകത്തോടു കൂടെ എണ്ണപ്പെടത്തില്ല. നമ്മൾ ലോകത്തോടുകൂടെ എണ്ണപ്പെടത്തില്ല. നമ്മൾ തിരിച്ചറിയണം, എത്ര കളിച്ചാലും ശരി നമ്മുടെ പിറകിൽ ഒഴുകിയൊരു രക്തമുണ്ട്, നമ്മുടെ പിറകിൽ നിലവിളിച്ച ഒരു ശബ്ദമുണ്ട്, നമ്മുടെ പിറകിൽ പ്രായശ്ചിത്തമായി തീർന്നൊരു നാമമുണ്ട്, നമുക്ക് വേണ്ടി ഇടമൊരുക്കേണ്ടതിന് സ്വർഗത്തിലേക്ക് കയറിപ്പോയ ഒരു നാമമുണ്ട്. ഇത്രയും സംഭവിച്ചെങ്കിൽ നമ്മുടെ പിന്നിൽ എത്ര ആരൊക്കെ ഏതൊക്കെ എങ്ങനെയൊക്കെ കളിച്ചാലും ശരി, രക്ഷിക്കപ്പെട്ടവനാണോ അവനെ വീണ്ടെടുക്കുന്നവൻ നല്ല ഇടം സ്വർഗത്തിൽ ഇറങ്ങി വരും. ആമേൻ. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ കരുണയാണ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ആ വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോ സ്തോത്രം,
കർത്താവ് നല്ല ഇടയനാകുന്നു അല്ലേ? സ്തോത്രം. വായിച്ചാട്ടെ. ആ, മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നല്ല ഇടയനാവുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഇടയനും ആടുകളുടെ ഉടമസ്ഥനും അല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ചെന്നായി അവരെ പിടിക്കുകയും ചിഹ്നിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ കൂലിക്കാരനും ആടുകളെ കുറിച്ച് വിചാരമില്ലാത്തവരുമല്ലോ. ശ്രദ്ധിക്കണം, ഈ ചിഹ്നിക്കാൻ വരുന്നത് ഈ കള്ള ഇടയന്മാരിവിടെ വരുന്നു. ഇപ്പോൾ ഇത് അന്ന് പറയുന്നത്, അന്ന് പ്രവാചകന്മാരെ കല്ലെറിഞ്ഞു കൊല്ലുന്ന തലമുറയുടെ വലുതിലാന്ന് ഓർക്കണം. അങ്ങനെ കുറെ പൂർവികരുടെ മക്കളോടാണ് യേശുക്രിസ്തു ഇത് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അവരെപ്പോ ആ തലമുറയിലുള്ളവരെല്ലാം കാണിക്കുന്ന എന്താണ്? ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാതെ കൂലിക്കാരൻ ചെന്നായി ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ചെന്നായ അവയെ പിടിക്കുകയും സ്തോത്രം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു നോക്കുമ്പോ, ഹല്ലേലൂയ, കൂലിക്കാർക്കാർക്കും ആത്മാക്കളെ കുറിച്ച് ഒരിക്കലും ചിന്ത ഉണ്ടാകത്തില്ല. ഒരുവൻ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വരുമ്പോൾ അവനെ ലോകരെല്ലാ രീതിയിലും തിരസ്കരിച്ച് വന്നേക്കാം. അവനെ വേണ്ടെന്ന് വെച്ച് അവന്റെ എല്ലാ വഴികളും അടച്ചു കളഞ്ഞു വന്നേക്കാം. അങ്ങനെയൊക്കെ സംഭവിച്ചാലും വില കൊടുത്ത കർത്താവ് ഇതിന്റെ പിന്നിലുണ്ട്. ഹല്ലേലൂയ. ഇവനെ വീണ്ടെടുക്കേണ്ടതിന് വില കൊടുത്തവൻ പിറകിലുണ്ട്. അവനെ ആത്മാവിന്റെ വില എന്തെന്ന് അറിയുന്നത് കൊണ്ട് അവനെ തേടി ഇറങ്ങി വരും. അങ്ങനെ തേടി ഇറങ്ങി വരുന്നത് കൊണ്ടാണ് ഇന്നും നാം വിശ്വാസത്തിലായിരിക്കുന്നത്. നമ്മൾ തളർന്നു പോകുന്ന പല വിഷയങ്ങളിൽ വരുമ്പോഴും അതിന്റെ ഒടുവിൽ കർത്താവിന്റെ പ്രത്യക്ഷത, ഇന്ന് നമ്മുടെ 4 സങ്കീർത്തനത്തിൽ കണ്ടതുപോലെ, ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ അവൻ എനിക്ക് വിശാലത അല്ലേ? അത് ചിന്തിക്കണം. ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ വിശാലത വരുത്തുന്ന ഒരുവൻ നമ്മുടെ പിന്നിലുണ്ടെന്ന്. അവൻ ഇറങ്ങി വന്ന് നമുക്ക് വിശാലത ഇന്ന് വരെയും തന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ന് വിശ്വാസത്തിലായിരിക്കുന്നത്. നമ്മൾ അറിയുന്നുണ്ട് നമ്മുടെ പിന്നിൽ ഒരുവരുണ്ട്. വെറുതെ അല്ല, നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഒരുവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. ഒരുവന്റെ കരചലനം അനുഭവിക്കുന്നുണ്ട്. ആ കരചലനം നമ്മൾ അനുഭവിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വിശ്വാസത്തിലായിരിക്കുന്നത്. ആ വിശ്വാസത്തിൽ നമ്മൾ ഇന്ന് ആയിരിക്കുമ്പോൾ നമുക്കറിയാം കർത്താവിന്റെ വിശ്വസ്തത എത്ര അധികമാണ്. ഒരാടിനെ കാണാതെ പോയാൽ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 അവിടെ വിട്ടിട്ട് ആ ഒന്നിനെ തേടി വരുന്നു എന്ന് കർത്താവ് പറയുന്നു അല്ലേ? അപ്പോൾ മനസ്സിലാക്കണം, ആടുകളുടെ വില അറിയുന്നവൻ മാത്രമേ ആടുകളെ തേടി വരുന്നുള്ളൂ. ആടുകളുടെ വില അറിയുന്നത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, ഒരു സഭയ്ക്കകത്ത് ഒരു പ്രശ്നം ഉണ്ടായാൽ, അല്ലെ 2 സഹോദരന്മാർ തമ്മിൽ വഴക്കുണ്ടായാൽ, ഏതെങ്കിലും വിധത്തിലുള്ള കലഹങ്ങളോ പ്രശ്നങ്ങളോ ഒരു വിഷയത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നത്തിലൊന്നും നമ്മൾ പിന്മാറിപ്പോകരുത്. കാരണം നമുക്ക് വേണ്ടി വില കൊടുത്ത ഒരുവൻ നമ്മോട് കൂടെ ഉണ്ട്. അവൻ ഇറങ്ങി വന്ന് ആ കഷ്ടങ്ങളുടെ നടുവിലും നമുക്ക് മുടക്കിയത് അവന്റെ ജീവന്റെ വിലയാണെങ്കിൽ നമ്മളെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി അവൻ ജീവന്റെ വില വെളിപ്പെടുത്തുകയും നമ്മളെ അതിൽ നിന്ന് ഉദ്ധരിക്കുകയും ഇടുക്കത്തിലിരുന്നപ്പോൾ ഞെരുക്കത്തിലിരുന്നപ്പോൾ അവൻ എനിക്ക് വിശാലത വരുത്തുകയും ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? അതാണ് അതിന്റെ വിലയെ കാരണം. നമ്മൾ അങ്ങനെ അനുഭവിച്ചിട്ടില്ലേ? എത്രയോ ആ വിഷയങ്ങളിലൂടെ, എത്രയോ അനുഭവത്തിലൂടെ പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറയാം, ഈ കർത്താവ് ഇന്നും ജീവിക്കുകയും നാം രക്ഷിക്കപ്പെട്ടവരെ ഓരോരുത്തരെ നിലനിർത്തുന്നതുകൊണ്ടാണ് ഈ മാർഗം നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ സ്വതം എന്ത് കണ്ടിട്ട് ഇറങ്ങിയിരിക്കുന്നത്? ശരിയല്ലേ? ശ്രദ്ധിച്ചേ, എന്ത് അനുഭവിച്ചിട്ടാണ് വിശ്വാസത്തിൽ ഇറങ്ങിയേക്കുന്നത്? പെന്തക്കോസ്തിൽ ഇറങ്ങിയത് എന്ത് കണ്ടിട്ടാ? എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും രക്ഷിക്കാമെന്ന് പറഞ്ഞോ? ആരെങ്കിലും നടത്താമെന്ന് പറഞ്ഞോ? ആരെങ്കിലും ഞാൻ നിനക്ക് ദാനങ്ങളെ തരാമെന്ന് പറഞ്ഞോ? ഒന്നും തന്നിട്ടില്ല, ഒന്നും കേട്ടിട്ടില്ല, ഒരു ഓഫറും ഇല്ല. പിന്നെ എന്താ ഇവിടെ നിൽക്കുന്നതിന് കാര്യം മനുഷ്യനെ കണ്ടിട്ട് നിലനിൽക്കുന്നതല്ല പെന്തക്കോസ്ത് മാർഗം. ഇവിടെ പിന്നിൽ ഒരു ജീവനുള്ള ദൈവമുണ്ട്. ആ ദൈവമാണ് നമുക്ക് വേണ്ടി ജീവൻ നൽകിയിരിക്കുന്നത്. ആ കർത്താവാണ് നമ്മളെ നിലനിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ ഉണ്ടാക്കുന്ന ഒരു വ്യവസ്ഥ
അവസ്ഥകളും നമ്മളെ അംഗീകരിച്ചില്ലെങ്കിലും നമുക്ക് വില നൽകിയ ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട്. അവൻ ഇറങ്ങി വന്ന് വിലയുള്ളതിനെ എപ്പോഴും സൂക്ഷിക്കുക തന്നെ ചെയ്യും. കൂലിക്കാരൻ ഓടിപ്പോകുന്നതൊക്കെ നമ്മൾ കാണേണ്ടി വരും. പക്ഷേ വില നൽകിയ ദൈവം നമ്മളോട് കൂടെ ഇറങ്ങി നിന്ന് നമ്മളെ രക്ഷിക്കുകയും ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. തുടർന്ന് വായിച്ചാട്ടെ. കണ്ടോ, ഇവിടെ ശ്രദ്ധിക്കണേ, ഞാൻ നല്ല ഇടയനാണ്. ഇത് കർത്താവായ യേശുക്രിസ്തുവിന് മാത്രം അവകാശപ്പെടുവാൻ കഴിയുന്നതാണ്. അതല്ല, ലോകത്തിൽ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ലോകത്തിൽ ഒത്തിരി സംഘടനകളുണ്ട്. ക്രിസ്ത്യ സംഘടനകളല്ല, മറ്റ് സംഘടനകളുണ്ട്. ആ സംഘടനകളിൽ ഓരോ പ്രത്യയശാസ്ത്രങ്ങൾ പലതുണ്ട്. പല വിശ്വാസ കേന്ദ്രങ്ങളുണ്ട് ഈ ഭൂമിയിൽ, അല്ലെ? അവരുടെ എല്ലാം ദാതാവായിരിക്കുന്ന വ്യക്തി അതിലില്ല. ഉണ്ടോ? അവരും മരണപ്പെട്ടു പോയി. അവരുടെ പ്രത്യയശാസ്ത്രം മാത്രം ഇന്ന് വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് ക്രിസ്ത്യാനിറ്റിയുടെ അകത്ത് രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിൽ എന്താ? നാം ഈ വചനങ്ങൾ അനുസരിക്കുമ്പോൾ നാം അനുസരിക്കുന്ന കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. 2000 വർഷമായിട്ട് ഈ കർത്താവ് തന്നെ അനുസരിക്കുന്നവരോട് കൂടെയുണ്ട്. അങ്ങനെ സ്തോത്രം, രക്ഷകൻ 2000 വർഷമായി എല്ലാ തലമുറകളിലും എല്ലാ പ്രായക്കാരുടെ ഇടയിലും ഒരുപോലെ വ്യാപരിക്കുന്ന മറ്റൊരു സിസ്റ്റം ഈ ഭൂമിയിലില്ല. മനസ്സിലാവുന്നുണ്ടോ? വേറെ ഏതാ ഉള്ളത്? നമ്മുടെ ഇടയിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പോകുമ്പോൾ നമ്മൾ എന്ത് കണ്ടിട്ടാണ് നമ്മൾ സ്തോത്രം ഹല്ലേലൂയ ധൈര്യത്തോടെ നിർത്തുന്നു. ഗോലിയാത്തിനെ പോലുള്ള വെല്ലുവിളികൾ മുമ്പിൽ നിൽക്കുമ്പോഴും ദാവീദിനെ പോലെ അഭിഷേകത്തിന്റെ നിറവിൽ അവനെ കണ്ട ഭയപ്പെടാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമേ ഉള്ളൂ. നമ്മുടെ പിന്നിൽ ഒരുവൻ ഇന്നും ജീവിക്കുന്നുണ്ട്. നമ്മുടെ പിന്നിലുള്ളവൻ ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നാം ഈ ശരീരം വിട്ട് അവനോടുകൂടെ ചേരേണ്ടതാണ്. ഓരോ ദിനങ്ങളും അവന്റെ മഹത്വത്തിനായിട്ട് നമ്മൾ തീരുമ്പോൾ അത് അവന്റെ മാനമഹത്വത്തിനായിട്ട് തീരുകയാണ്. അപ്പോൾ നമ്മുടെ പിന്നിൽ ഒരുവനുണ്ട്, അവൻ ഇന്നും ജീവിക്കുന്നുണ്ട്. പല സംഘടനകളും പല വിശ്വാസങ്ങളും ഉണ്ട്, അവരുടെ പിന്നിൽ ജീവിക്കുന്ന ഒരുവനില്ല. ഹല്ലേലൂയ. അതാണ് ഇതിന്റെ പ്രത്യേകത. ഹല്ലേലൂയ. വായിച്ചാട്ടെ. ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കണേ, എനിക്കുള്ളവ എന്നെ അറിയുകയും, അല്ലെ? ഞാൻ എന്റെ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യും. അപ്പോൾ നാം കർത്താവ് ആരാണെന്ന് അന്വേഷിക്കുന്നതിനുപരി കർത്താവ് എങ്ങനെയുള്ളവനെന്ന് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് രക്ഷിക്കപ്പെട്ടവർക്ക് ദൈവം കൊടുക്കുന്ന അടയാളം. നമ്മുടെ രക്ഷകൻ ആരാണ് എന്ന് രക്ഷകൻ നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ നാം രക്ഷിക്കപ്പെട്ടവരാണ് എന്നുള്ളത് തെളിവാണ്. രക്ഷിക്കപ്പെടാത്തവർക്ക് ഒരിക്കലും കർത്താവ് ആരെന്ന് വെളിപ്പെടുത്തില്ല. അവർക്ക് ഇന്നും ഇതൊരു ഒരു മതമാണ്. ഇന്നും അവർക്കിതൊരു മതമാണ്, അല്ലെ? അവർക്ക് കുറെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ വെച്ച് അതിനെ സേവിക്കാൻ വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ലഭിച്ചിരിക്കുന്ന ഒരു മതം മാത്രമാണ്. ആ മതം അനുശാസിക്കുന്ന കുറെ കാര്യങ്ങൾ ചെയ്ത് അതിൽ നിന്ന് വിട്ടുപോകുന്നതല്ലാതെ ഒരിക്കലും അവർക്ക് ശാശ്വതമായ ആശ്വാസവും ദൈവ സാന്നിധ്യം ഒരിക്കലും അനുഭവിക്കാൻ സാധിക്കത്തില്ല. നമ്മുടെ പ്രത്യേകത എന്താ? നമ്മളിവിടെ കാണപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടോ? ഒരു രൂപമുണ്ടോ? ഒരു എന്താ പറയുന്നത്? എന്തെങ്കിലും മനുഷ്യരൂപമോ ഏതെങ്കിലും രൂപമോ ഇവിടെ ഉണ്ടോ? ഒന്നുമില്ലല്ലോ. പിന്നെന്താ? കുരിശുണ്ടോ? വടിയുണ്ടോ? ഒരു സാമാനം ഇവിടെ ഇല്ല. പക്ഷെ നമ്മളിവിടെ നിൽക്കുന്നതിന്റെ കാരണം എന്താ? നമ്മളിവിടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ നടുവിൽ വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഇത് അഭിഷേകം ഉള്ളവർക്കേ മനസ്സിലാകത്തുള്ളൂ. അഭിഷേകം ഇല്ലാത്തവർ ചോദിക്കും, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നേ? അഭിഷേകമുള്ള നാം പറയും, ഞങ്ങളുടെ ദൈവം, നാം സേവിക്കുന്ന ദൈവം നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിന്റെ നിറവോടെ നാം ആരാധിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സാന്നിധ്യം ഈ മുറിക്കുള്ളിൽ നമ്മൾ അറിയുകയാണ്. ഇതാണ് ഇതിന്റെ പ്രത്യേകത, ഇതിന്റെ സൗന്ദര്യതാണ്. ഈ ആരാധനയുടെ പെന്തക്കോസ്തിലെ ആരാധനയുടെ പ്രത്യേകത ഇതാണ്. നമ്മുടെ ദൈവം നമ്മുടെ നടുവിൽ വസിക്കുക. ഹല്ലേലൂയ. ആ ദൈവത്തെ പരിശുദ്ധാത്മാവ് ഉള്ളവരെ എക്സ്പീരിയൻസ് ചെയ്യുക. ഹല്ലേലൂയ. അവരെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ദൈവത്തോട് നാം പലതും പറയുമ്പോൾ ആത്മാവിൽ നാം മർമ്മങ്ങളെ സംസാരിക്കുകയാണ്. ശ്രദ്ധിക്കണം, നാം ആത്മാവിൽ ആരാധിക്കുമ്പോൾ വീട്ടിലെ കാര്യവും ലോണിന്റെ കാര്യവും വിസയുടെ കാര്യമൊന്നും അല്ല ദൈവത്തോട് പറയണ്ടേ.
മനസ്സിലാവുന്നുണ്ടോ? ചിലര് പറയുന്നത് നമ്മൾ ആത്മനിർവൃതിയിൽ വരുമ്പോ നമ്മുടെ ആ വിഷയങ്ങളങ്ങ് ഏൽപ്പിച്ചേൽപ്പിച്ചു. ഇത് ചോദിക്കുന്നത് പക്കാ ചെടിയനാണ് ഈ ചോദിക്കുന്നത്. അവന് നരകത്തിൽ പോകണം സ്വർഗത്തിൽ പോകണം എന്നുള്ള പ്രമാണമുണ്ട്. പക്ഷെ അവര് വിശ്വസിച്ചിരിക്കുന്നത് ഇത് ദൈവത്തോട് ചേർന്നിരിക്കുന്നവരോട് പറഞ്ഞിട്ട് ഇവിടെ എങ്ങനെ രക്ഷപ്പെടാം മകനെ, ഇതെല്ലാം ചുട്ട് തീക്കത്തേക്ക് പോകാൻ പോവാ, വല്ല ഇവനെ കേറിപ്പോകാൻ നോക്ക്. ഇവിടത്തെ കുറെ സമ്പാദ്യങ്ങളും കുറെ പണവും ലോണും മക്കളും വിസയും ഇതൊക്കെ കളഞ്ഞിട്ട് പോകാൻ നോക്ക്. ദൈവസന്നിധി പോകാൻ നോക്ക്. മനസ്സിലാകുന്നുണ്ടോ? ഇതിനു വേണ്ടി ഇന്ന് സംസാരിക്കുന്നില്ല. ഇന്ന് പലരുടെയും നാവ് സത്യം പറയുന്നില്ല. പിന്നെ ഈ ചില ഓൾനൈറ്റ് പ്രയറുകള്, ചില പ്രയർ മീറ്റിംഗ്സിന്റെ അകത്തൊക്കെ ചെല്ലുമ്പോ കാണുന്ന തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നാ തലമുറയ്ക്ക് അവരുടെ ശാശ്വതമായ ഭാവിക്ക് വേണ്ടി, ശുഭമായ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ? തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. പക്ഷെ ഈ മക്കൾ കൃപയിലുണ്ടോ? ഇവർ അഭിഷേകം പ്രാപിച്ചവരാണോ? ഇവർ ഈ ദൈവത്തെ അറിഞ്ഞോ? നീ അറിയുന്ന പോലെ നീ പറയുന്ന തലമുറ അറിഞ്ഞിട്ടുണ്ടോ? അപ്പൊ നീ കരയേണ്ടത് ഏതിനാ? നീ അറിഞ്ഞ ഈ ദൈവത്തെ അവനും അറിയാനല്ലേ പ്രാർത്ഥിക്കണ്ടേ? അത് പ്രാർത്ഥിക്കാറുണ്ടോ? അത് പ്രാർത്ഥിക്കാറൊന്നുമില്ല. അങ്ങോട്ടൊന്നും നമ്മൾ പോകാറില്ല. ഇന്നേ ഇത് പലപ്പോഴും ഇന്ന് വേലി വിളവ് നിന്നുകൊണ്ടിരിക്കുക നടക്കുന്നത്. പേര് കൊണ്ട് വേലിയാ, പക്ഷെ അനുഭവം കൊണ്ട് വിളവ് നിന്നുകൊണ്ടായിരിക്കുന്നത് അല്ലേ? അതിന്റെ അകത്ത് വേലിക്കകത്തുള്ള ഫലമൊന്നുമില്ല. അതൊക്കെ വേലി നിന്ന് തീർത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സ്വതന്ത്രം ഭൂമി അല്ല, എന്താ പറയുന്ന വിളവിലവാന്ന് പറയും. പേര് കൊണ്ട് വിളവ് മുഴുവൻ തിന്നുന്ന വേലിയാ. ഇതൊക്കെ മാറി വന്നെങ്കിലേ സ്തോത്രം ഹല്ലേലൂയ ഒരു ദൈവപ്രവൃത്തി കാണുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ആമേൻ. വായിച്ചാട്ടെ. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കണം. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് തീയിറങ്ങണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവ ശബ്ദവും ദൈവാലോചനയും വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മാവിൽ യേശുവിന്റെ രക്തത്തിലേക്ക് അടുത്തു വരണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ രക്തത്തിന്റെ മഹത്വം ഒന്ന് വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കണം. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഒന്ന് അനുഭവിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. അവന്റെ രക്തത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവശക്തി പുറപ്പെട്ടു തുടങ്ങും. യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചാലേ അത് സംഭവിക്കുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കർത്താവിന്റെ കാൽവറി മരണത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തുമ്പോൾ അവിടുന്ന് പുറപ്പെട്ടു വരുന്നത് ദൈവശക്തിയാണ്. ഹല്ലേലൂയ. ഇന്ന് അനേകരെ സ്തോത്രം കാണേണ്ടത് കാണുന്നില്ല. കാൽവറിയിലേക്ക് നോക്കണം. നമുക്ക് വല്ലപ്പോഴും മയക്കോ ഉറക്കവും ക്ഷീണവും വരുന്നു. പോരാട്ടമുണ്ട്. പക്ഷെ നിന്റെ ഈ പോരാട്ടത്തിന് ആരും തലയൊക്കെ വെച്ച് വിട്ടുപോ വിശാചെന്നല്ല പറയേണ്ടത്. പിന്നെ എന്നാ, നീ നിന്റെ കണ്ണുകൊണ്ട് നിനക്ക് അല്പം ബലമല്ലേ ഉള്ളൂ. നീ ക്രൂശിലേക്ക് നോക്കണം. ക്രൂശിൽ നിന്ന് നിന്റെ പ്രായശ്ചിത്തത്തിന് വേണ്ടി ഒഴുകിയിറങ്ങുന്ന രക്തത്തിലേക്ക് നോക്കണം. ആ രക്തം നിന്റെ അകൃത്യങ്ങൾ ഓരോന്നും നിന്നിൽ നിന്ന് കഴുകി നിന്നിൽ നിന്ന് അകറ്റിയെടുത്തപ്പോൾ നീ ദൈവത്തോട് അടുത്തു വന്നത് നീ വിശ്വാസത്താൽ കാണണം. അതിന് നിന്റെ നാവുകൾ മഹത്വം കൊടുത്തു വരുമ്പോൾ നിന്നിൽ ദൈവശക്തി വ്യാപരിക്കാൻ തുടങ്ങും. ആമേൻ. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഈ അനുഭവം ഉണ്ടെങ്കിലേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഓരോരുത്തരും ഈ നാളുകൾ ഇത് അവസാന കാലഘട്ടമാണ്. ഇനിയൊരു കാലഘട്ടം ഇല്ല, ഇനിയൊരു തലമുറ വരൂല. നമ്മൾ അതിനു മുമ്പ് കർത്താവിന്റെ രാജ്യത്തിൽ ചേർക്കപ്പെടും. വളരെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഒരുങ്ങേണ്ട സമയമായി, സഭ ഒരുങ്ങേണ്ട സമയമായി, വ്യക്തിപരമായി ദൈവത്തിലേക്ക് അടുത്തു വരേണ്ട സമയമായി, വ്യക്തിപരമായി ദൈവത്തോട് നിലവിളിക്കേണ്ട സമയമായി, കുറവുകൾ ഏറ്റുപറഞ്ഞ് ഒരുങ്ങേണ്ട സമയമായി. അതിന് കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കണം. കുഞ്ഞുങ്ങൾക്കും ആ അവസ്ഥയിലുള്ള കാര്യങ്ങൾ കൊടുക്കണം. അല്ല ഇപ്പോഴും VBSന്റെ അകത്ത് മാക്രിപ്പാട്ടും ആനഭവുമായിട്ട് ഇരിക്കരുത്. അതൊക്കെ കളഞ്ഞിട്ട് കാര്യങ്ങൾ പക്വതയിലേക്ക് വരണം. അല്ലേ? ഹല്ലേലൂയ. സ്തോത്രം. എനിക്ക് മനസ്സിലാകുന്നത് ഏറ്റവും ഈ പിള്ളകളി കൂടുതലുള്ളത് നമ്മളെ ക്രിസ്ത്യാനിറ്റിക്കകത്താണ്. അല്ലേ? പിള്ളകളി കൂടുതലുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പ്രായമുള്ളവരെ ആണെങ്കിലും ഒരു VBSൽ പഠിച്ച പാട്ട് ഒരു 10-15 വർഷം കഴിഞ്ഞാൽ 20 വർഷം കഴിഞ്ഞ് ഓർത്തിരിക്കും. എന്നാ കാരണം? എന്നാൽ വേറൊരു ആത്മാവിന്റെ ആഴമുള്ളൊരു വിഷയം പറഞ്ഞൊരു പ്രസംഗം കേട്ട എത്ര പേര് ഓർത്തിരിക്കും? എത്ര നാൾ ഓർത്തിരിക്കും? ചിലതിങ്ങനെ വർഷം കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുക. അപ്പൊ അതൊക്കെ സ്വാഭാവികം അല്ല ചിലതൊക്കെ.
ആത്മീകമായ നമ്മുടെ ഹൃദയത്തിനിടം ഇപ്പോഴും കൊടുക്കണം. പിന്നെ സഭയ്ക്കകത്ത് ആഴമുള്ളൊരു വചനം പറയുമ്പോൾ ഇരുന്ന് ഉറങ്ങുന്ന ആന്റിമാരും അങ്കിളുമാരൊക്കെ കണ്ടിട്ടുണ്ടോ? അവർ VBSന്റെ അകത്ത് നിന്ന് തുള്ളി ആരാഴ്ച ആക്ഷൻ സോങ് കളിക്കുന്നുണ്ടോ? അവർ ഉറങ്ങി വീടാറില്ല ആ സമയത്ത്. ഏത് ആക്ഷൻ സോങ് കളിക്കുമ്പോഴേ ഉറങ്ങി വീഴാറില്ല. കഥ പറയുമ്പോഴും കാര്യങ്ങളെല്ലാം നടത്തി കഴിയുമ്പോൾ ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ എന്നെ ആത്മനിർഭരമാണെന്ന് അറിയോ ചിലർക്ക്. ചില അച്ചായന്മാർ ഇങ്ങനെ പാമ്പ് ചെത്ത കാക്കാലിനിരിക്കുന്ന പോലെ സഭായോഗത്തിലിരിക്കും. ഇതൊക്കെ നടന്നു കഴിയുമ്പോൾ എഴുന്നേറ്റ് ഉല്ലസിക്കുന്നത് കാണാം. അപ്പൊ ഇത് ഏത് ആത്മാവാണ് അതൊക്കെ? ഇതൊക്കെ ഇന്ന് എന്നിട്ട് നമ്മളിരുന്ന ദൈവദാസന്മാരിൽ ഇരുന്ന് ആട്ടുകയാണ്. ഈ വന്നിരിക്കുന്നതിനെല്ലാം ഇട്ടങ്ങോട്ട് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ്? ഇതെല്ലാം ആത്മീയമാണ്. എല്ലാം നമ്മൾ വെള്ളപൂശാനാണ്. ഇതുപോലെ PhD എടുത്തവർ വേറെ ഇടത്തും ഇല്ല. വെള്ള പൂശരുത്, അതെല്ലാം ഇടിഞ്ഞു വീഴുന്നൊരു ദിവസമുണ്ട്. നമുക്ക് ലഭിച്ച അവസരം പ്രോപ്പറായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ സ്തോത്രം, ദൈവം ഇതിനെ കണക്ക് ചോദിക്കുന്നൊരു ദിവസമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ആടുകൾ ഉണ്ടായിട്ട് കാര്യമില്ല. ആടുണ്ടെങ്കിൽ ആടുകളായിരിക്കണം. അത് കടുവയായി ആകാൻ പാടില്ല അല്ലേ? ചില ആടാന്നും പറഞ്ഞുകൊണ്ട് വളർത്തിക്കൊണ്ടിരിക്കുന്ന നല്ല ഉഗ്രം ചെന്നായ്ക്കളെ വളർത്തുന്നവരുണ്ട്, ആനയെ വളർത്തുന്നവരുണ്ട്, പോത്തിനെ വളർത്തുന്നവരുണ്ട്, പാമ്പിനെ പാമ്പ് ഒത്തിരി ഉണ്ട് അല്ലേ? എന്താ കാരണം? ഇതൊന്നും ആടല്ല. ആടാണെങ്കിൽ അവർ ഇടയനെ അന്വേഷിക്കും, ഇടയന്റെ ശബ്ദത്തിൽ സന്തോഷിക്കും. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ അടുത്ത വാക്യം വായിച്ചാട്ടെ, വിഷയത്തിലേക്ക് പോവാം. ആടുകൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവനെ കൊടുക്കുന്നു. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്. അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എന്റെ ശബ്ദം കേൾക്കും. ഒരാട്ടിൻകൂട്ടവും ഒരിടയനുമാവും. കണ്ടോ? അപ്പൊ 2 ആട്ടിൻകൂട്ടം എന്ന ഒരു ഇടയൻ. ഹല്ലേലൂയ, സ്തോത്രം. ഇത് കേൾക്കുന്ന സമയത്ത് യഹൂദന്മാരുടെ ഇടയിൽ ഈ വിഷയം സംസാരിക്കുന്ന സമയത്ത് യഹൂദന്മാരോട് പറയുക, നിങ്ങൾ മാത്രമല്ല, എന്റെ നാമം 7 വൻകരകളിൽ നിന്ന് പ്രസംഗിക്കപ്പെടും. അവിടെ രക്ഷിക്കപ്പെടുന്നവരെല്ലാം പല ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതിയിലുള്ളവരായിരിക്കും. അവരെന്റെ ആടുകളോടുകൂടെ നിൽക്കും. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. നമുക്ക് കാന്ത എന്ന സ്റ്റാറ്റസാ നമുക്ക് നൽകിയിരിക്കുന്നത്. ആമേൻ, ബ്രൈഡ് അല്ലെ? കാന്ത എന്ന പദവിയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അത്രമേൽ കാന്തന് മണവാളനും മണവാട്ടി, കാന്തയും മണവാളനുമായിട്ട് നിൽക്കുന്ന അത്രത്തോളം അടുത്ത ഒരു ബന്ധമാണ് യഥാർത്ഥത്തില് ദൈവ സഭയ്ക്ക് ക്രിസ്തു കൊടുത്തിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ അവിടെ നമ്മൾ വായിച്ച ഒരു അടുത്ത ഭാഗം നമ്മൾ വായിച്ചാട്ടെ. എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല. ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുക്കുവാൻ എനിക്ക് അധികാരമുണ്ട്. വീണ്ടും പ്രാപിക്കുവാനും അധികാരമുണ്ട്. ഈ കൽപ്പന എന്റെ പിതാവിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തി അധികാരം ഇവിടെ നോക്കണം. ഹാലൽ ഇവിടെ വായിക്കുന്നു, എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നുണ്ട്, പിതാവിനെ സ്നേഹിക്കുന്നു. മനസ്സിലാക്കണം. അപ്പോൾ കർത്താവ് ആദ്യം പറഞ്ഞു, അതിന്റെ 14-ാം വാക്യത്തിന്റെ അത് പറഞ്ഞു, ഞാൻ പിതാവിനെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ എനിക്കുള്ളവ എന്നെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, കർത്താവായ യേശുക്രിസ്തു ഇവിടെ പറഞ്ഞിരിക്കുന്നു, എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു തന്നിൽ തന്നെ ജീവനുള്ളവനാണ് കർത്താവ്. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ജീവനിൽ നമ്മളിൽ നിന്ന് മാറി, പ്രാണൻ നമ്മളിൽ നിന്ന് മാറി കുറച്ചു നേരം കഴിയുമ്പോൾ അത് വീണ്ടും പ്രാപിക്കാനുള്ള ശക്തി നമുക്കുണ്ടോ? ഒരു മനുഷ്യനും ഇല്ല. നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രാണം പോയത് തന്നെയാണ്. പിന്നെ തിരിച്ചു കൊണ്ടിരുന്ന പരിപാടിയൊന്നും ഇല്ല. ആശുപത്രിയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ തേപ്പൊട്ടി പോലൊരു സാധനം വെച്ചിട്ട് അത് നമ്മുടെ ഹൃദയത്തിലേക്ക് വെച്ച് അടിച്ചു വെക്കുന്ന ഒരു സംഭവമുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ആ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. നമുക്ക് എന്താ പറയുന്ന കൃത്രിമ ശ്വാസവും കാര്യങ്ങളെല്ലാം തന്നുകൊണ്ടെടുക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതൊന്നും തന്നെ അതിന് നിലനിൽക്കത്തില്ല. അപ്പോൾ ദൈവത്തിന്റെ പദം ശ്രമിക്കണം, നമ്മളിൽ നിന്ന് ജീവൻ പോയാൽ പിന്നെ തിരിച്ച് വരുന്നില്ല. പക്ഷെ ക്രിസ്തുവിനെ നമ്മൾ അറിയണം.
കർത്താവിനെ നമ്മൾ അറിയുമ്പോൾ അവിടെ പറയുന്ന കാര്യം എന്താണ്? അവിടെ പറയുന്ന വാക്യം എന്താണ്? സ്തോത്രം. ഞാൻ അവിടെ വായിക്കുന്ന എന്താണ്? എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട്. കണ്ടോ, കർത്താവിനെ കുറിച്ചുകൂടെ പറഞ്ഞിരിക്കുന്നത് താൻ തന്റെ ജീവനെ കൊടുക്കുകയും അതിനെ വീണ്ടും പ്രാപിക്കുകയും ചെയ്യുവാൻ അധികാരമുള്ളത് കൊണ്ട്, അല്ലേ? അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവിനെ സ്നേഹിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, പിതാവിന്റെ സ്നേഹം എന്താണ്? പിതാവിന്റെ സ്നേഹം? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കുഞ്ഞുങ്ങളെ മാതാപിതാക്കന്മാരെ സ്നേഹിക്കോ, മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹം എന്താ? എന്തെങ്കിലും കൊടുത്തോ മേടിച്ചോ ലഭിക്കുന്ന സ്നേഹത്തെയും സന്തോഷത്തെയും കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല. പിതാവിന്റെ സ്നേഹം എങ്ങനെയാ വെളിപ്പെടുന്നത്? പുത്രൻ തന്റെ ജീവനെ കൊടുക്കുകയും അത് പിന്നീട് പ്രാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തന്റെ പ്രാണനെ വീണ്ടും കൊടുക്കുകയും അതിനെ എടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം പിതാവിന്റെ സ്നേഹത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാം ക്രിസ്തുവിൽ വസിക്കുന്നവനാണെങ്കിൽ, ക്രിസ്തുവിൽ കർത്താവ് പിതാവിനെ അറിയുകയും പിതാവ് പുത്രനെ അറിയുകയും ചെയ്യുന്നത് പോലെ നാം കർത്താവ് നമ്മെ അറിയുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാണൻ, നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞാണിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞാണിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്വന്തം മനസ്സിലാക്കണം, നാം ഈ ശരീരം വിട്ടാൽ നാം ക്രിസ്തുവിനോടുകൂടെ വരികയാണ് ചെയ്യുന്നത്. കർത്താവിനോടുകൂടെ ഇരിക്കണം, കർത്താവിനോടുകൂടെ വരണം. ആ വലിയ പദ്ധതിക്കകത്തേക്കാണ് കർത്താവ് നമ്മളെ ആക്കി തീർക്കുന്നത്. ആമേൻ. വായിച്ചാട്ടെ. എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവിനെ സ്നേഹിക്കുന്നു. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുക്കുവാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിക്കുവാനും അധികാരമുണ്ട്. ഈ കൽപ്പന എന്റെ പിതാവിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഈ വചന നിമിത്തം യഹൂദന്മാരുടെ ഇടയിൽ പിന്നെയും ഭിന്നതയുണ്ടായി. അവരിൽ പലരും അവന് ഭൂതമുണ്ട്, അവൻ ഭ്രാന്തനാകുന്നു, അവന്റെ വാക്ക് കേൾക്കുന്നത് എന്തിനാന്ന് പറഞ്ഞു. ചിലർ ഇത് ഭൂതഗ്രസ്തന്റെ വാക്കല്ല, ഭൂതത്തിന് കുരുടന്മാരുടെ കണ്ണു തുറക്കുവാൻ കഴിയുമോ എന്ന് പറഞ്ഞു. അനന്തരം യെരൂശലേമിൽ പ്രതിഷ്ഠോത്സവം ആചരിച്ചു. അന്ന് ശീതകാലമായിരുന്നു. സ്തോത്രം. അവിടെ നമുക്ക് വായിക്കുമ്പോൾ സ്തോത്രം, യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 36-ാം വാക്യം മുതൽ വായിച്ചേ. 5:36. എനിക്കോ യോഹന്നാന്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട്. പിതാവ് എനിക്ക് അനുഷ്ഠിക്കുവാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ. പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെ കുറിച്ച് സാക്ഷീകരിക്കുന്നു. എന്നെ അയച്ച പിതാവ് താനും എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ അവന്റെ ശബ്ദം ഒരു നാളും കേട്ടിട്ടില്ല, അവന്റെ രൂപം കണ്ടിട്ടില്ല. സ്തോത്രം. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച് കർത്താവായ യേശുക്രിസ്തു പറയുന്ന വാക്കുകളാണ് ഇവിടെ പറഞ്ഞത്. അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. നിങ്ങൾ അല്പസമയത്തേക്ക് അവന്റെ വെളിച്ചത്തിൽ ഉല്ലസിക്കുവാൻ ഇച്ഛിച്ചു. എനിക്കോ യോഹന്നാന്റെ സാക്ഷ്യത്തിൽ. അപ്പം ആ അല്പനാളുകളുള്ള സന്തോഷം എവിടെയായിരുന്നു? അപ്പോൾ യോഹന്നാന്റെ പ്രസംഗം മാനസാന്തര പ്രസംഗമായിരുന്നു, അല്ലേ? പക്ഷേ യേശുക്രിസ്തുവിനെ വിശ്വസിക്കേണ്ടവർ യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ വരുമ്പോൾ കർത്താവിൽ നിന്ന് കേൾക്കുന്ന വചനം യോഹന്നാന്റെ റേഞ്ചിൽ നിൽക്കുന്ന വിഷയങ്ങളല്ല. യോഹന്നാന്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, അവൻ നിങ്ങളെ തീയിലും വെള്ളത്തിലും നിങ്ങളെ സ്നാനം കഴിപ്പിക്കും, അവന്റെ കയ്യിൽ വീശുമുറമുണ്ട്, അല്ലേ? ഇതാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രസംഗത്തെ കുറിച്ച് യോഹന്നാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ യോഹന്നാനെ കുറിച്ച് യേശുക്രിസ്തു പറയുന്ന കാര്യം, അല്പനാളുകൾ നിങ്ങൾ അവന്റെ പ്രസംഗത്തിന്റെ കീഴിൽ സന്തോഷിക്കുവാൻ ഇടയായി തീർന്നു, പക്ഷെ എനിക്ക് അതിലും വലിയ സാക്ഷ്യം നിങ്ങളോട് പറയുവാനുണ്ട്, അല്ലേ? അവിടെ പറയുന്ന കാര്യം അതിലും വലിയ സാക്ഷ്യം എനിക്ക്
പറവാനുണ്ട്. വായിച്ചേ. ഞാൻ എന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാൽ എന്റെ സാക്ഷ്യം സത്യമല്ല. സ്തോത്രം. അവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കും. ഞാൻ എന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാൽ എന്റെ സാക്ഷ്യം സത്യമല്ല. എന്റെ സാക്ഷ്യം സത്യമല്ല. എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നത് മറ്റൊരുത്തനാകുന്നു. എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നവൻ മറ്റൊരുവനാകുന്നു. അവൻ എന്നെ കുറിച്ച് പറയുന്ന സാക്ഷ്യം സത്യം എന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ യോഹന്നാന്റെ അടുക്കൽ ആളയച്ചു. അവൻ സത്യത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. എനിക്കോ മനുഷ്യന്റെ സാക്ഷ്യം കൊണ്ട് ആവശ്യമില്ല. ഇവിടെ ശ്രദ്ധിക്കണം. യോഹന്നാന്റെ ശുശ്രൂഷയോടുകൂടെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. ആത്മീക ലോകത്തിൽ വന്നൊരു വലിയ മാറ്റം എന്നാണെന്നറിയോ? അന്ന് യോഹന്നാൻ സ്നാപകൻ യോർദാനിൽ നിന്നുകൊണ്ട് സർപ്പസന്തതികളെന്ന് വിളിച്ച് പ്രസംഗിച്ചു. അപ്പോൾ ശുശ്രൂഷ, ന്യായപ്രമാണത്തിന്റെ അവസാനത്തെ ശുശ്രൂഷകൻ ആരാ? യോഹന്നാൻ സ്നാപകനാണ്, അല്ലേ? അവസാനത്തെ വ്യക്തി. കാര്യം അത് കഴിഞ്ഞിട്ട് പിന്നെ ആ അധികാരം പിന്നെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് ക്രിസ്തുവിലേക്കാണ്. അപ്പൊ യോഹന്നാൻ സ്നാപകൻ അവസാനത്തെ ശുശ്രൂഷ നിൽക്കുകയാണ്. അവൻ ഏലിയാവിനെ പോലെ സ്തോത്രം യോർദാനിൽ വിളിച്ചു പറഞ്ഞ് ശുശ്രൂഷയും നടത്തിപ്പോന്നു. എന്നാൽ കർത്താവ് യേശുക്രിസ്തു പറയുന്നൊരു കാര്യമുണ്ട്. എന്റെ സാക്ഷ്യത്തെ കുറിച്ച് യോഹന്നാൻ നിങ്ങളോട് പ്രസംഗിച്ചു. ഇന്ന് ഞാൻ തന്നെ ഇറങ്ങി നിങ്ങളുടെ നടുവിലേക്ക് വരികയാണ്. ഇനി നിങ്ങളോട് സംസാരിക്കുന്നത് മറ്റൊരുവനാണെന്ന് കർത്താവ് യേശുക്രിസ്തു പറയാണ്. അവൻ ആരാണ്? പരിശുദ്ധാത്മാവ്, അല്ലേ? വായിച്ചേ. നിങ്ങൾ യോഹന്നാന്റെ അടുക്കൽ ആളയച്ചു. അവൻ സത്യത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. എനിക്കോ മനുഷ്യന്റെ സാക്ഷ്യം കൊണ്ട് ആവശ്യമില്ല. നിങ്ങൾ രക്ഷിക്കപ്പെടുവാനത്ര ഇത് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കണം. അവിടെ എത്ര വാക്യം ഇപ്പോ വായിച്ചേ? 34. ഓക്കെ. എനിക്കും മനുഷ്യരുടെ സാക്ഷ്യം കൊണ്ട് ആവശ്യമില്ല, നിങ്ങൾ രക്ഷിക്കപ്പെടുവാനത്രേ ഇത് പറയുന്നത്. അടുത്തത്. ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. കണ്ടോ? ആര്? യോഹന്നാൻ സ്നാപകൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന ഒരു വിളക്ക് ആയിരുന്നു. നിങ്ങൾ അല്പസമയത്തേക്ക് അവന്റെ വെളിച്ചത്തിൽ ഉല്ലസിക്കുവാൻ ഇച്ഛിച്ചു. എനിക്കോ യോഹന്നാന്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട്. എനിക്ക് യോഹന്നാന്റെ സാക്ഷ്യത്തെക്കാളും വലിയൊരു സാക്ഷ്യം പറയുവാനുണ്ട്. വായിച്ചോ. പിതാവ് എനിക്ക് അനുഷ്ഠിക്കുവാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ. കണ്ടോ? അപ്പോൾ കർത്താവ് യേശുക്രിസ്തു ഭൂമിയിൽ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം പിതാവിന്റെ ആലോചന പ്രകാരമായിരുന്നു. പിതാവ് കൽപ്പിച്ചാക്കിയ പ്രവൃത്തികളാണ് ക്രിസ്തു ഭൂമിയിൽ ചെയ്തത്. ആർക്കെങ്കിലും സൗഖ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും മരണം വിട്ട് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും ഏതെങ്കിലും ദേശത്ത് കാണപ്പെടുന്ന ഒരു അതിശയങ്ങളോ അത്ഭുതങ്ങളോ നടന്നിട്ടുണ്ടെങ്കിൽ ഇത് പിതാവിന്റെ കൽപ്പനയാൽ സംഭവിച്ചതാണ്. അവിടെ ക്രിസ്തുവിന് സ്വന്തമായിട്ടൊന്നും താൻ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന്റെ മാർഗ പദ്ധതിയിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ശുശ്രൂഷകൾ, നമ്മൾ ചെയ്യേണ്ട പ്രവർത്തികൾ പരിശുദ്ധാത്മാവിന്റെ ആലോചന പ്രകാരമായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ ആലോചന പ്രകാരമായിരിക്കണം. ഹല്ലേലൂയ. ഒത്തിരി പേർക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവോ ദൈവാലോചനയോ ഇല്ലാതെ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരാരും സ്വർഗം കാണത്തില്ല. ഇവിടം കൊണ്ട് പാട്ടും പ്രാർത്ഥനയും മീശവടിയൊക്കെയായിട്ട് നിന്ന് നിത്യ നരകത്തിലേക്ക് പോകുമെന്ന് വിശ്വസിക്കാനും അറിയുവാനേ വചനം പറയുന്നുള്ളൂ. കാര്യം ഇവിടെ വചനം ആരാണ് കർത്താവിന്റെ ആടുകളായി തീരുന്നത്? അവന്റെ ശബ്ദം കേൾക്കുന്നവരാണ്. ക്രിസ്തുവിന്റെ ശബ്ദം കേൾക്കുന്നവരാണ് അവനെ അനുഗമിക്കത്തുള്ളൂ. അല്ലെങ്കിൽ എങ്ങനെ അനുഗമിക്കുന്നത്? അവനെ അനുഗമിക്കുവാൻ അവന്റെ ശബ്ദം കേൾക്കണം. ഇന്ന് അനേകര് ദൈവശബ്ദം കേട്ടല്ല മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരവരുടെ മനസ്സിൽ തോന്നുന്ന ചിന്തകൾ. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ചിലർ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇരുന്നിട്ടിരുന്നപ്പോ എന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നാൽ അത് ജഡം പറയുന്നതാണോ? നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത വന്നെങ്കിൽ അത് ജഡം പറയുന്നതാണോ? ഞാനൊരു വിഷയത്തിൽ ഇങ്ങനെ പോയപ്പോൾ അവിടെ എന്നോടൊരു വ്യക്തി ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അവര് പുറത്തുള്ള വ്യക്തി, അത് ലോകം പറയുന്നതാണോ? ഹല്ലേലൂയ. ചില താല്പര്യങ്ങൾ മനസ്സിലുണ്ട്. ഒരു വഴിക്ക് ഇറങ്ങുമ്പോൾ അവന്റെ താല്പര്യം നിറവേറാൻ ദൈവാലോചന എന്ന് പറഞ്ഞ് അവന്റെ ഉള്ളിലെ പാപ മോഹങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്, അല്ലേ? ദൈവത്തെ കൂട്ടുപിടിച്ചോണ്ട്. ഞാൻ ചോദിക്കട്ടെ, ജഡം പറയുന്നതാണോ, ലോകം പറയുന്നതാണോ, പാപം പറയുന്നതാണോ? ഇത് നമ്മൾ എങ്ങനെ വിവേചിച്ച് തിരിച്ചറിയും? ഇതിന് പരിശുദ്ധാത്മാവുണ്ടെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. ചിലത് ജഡത്തിൽ നിന്ന് എഴുന്നേറ്റ് വരും,
ചിലത് ലോകമോഹത്തിൽ നിന്ന് വരും. പക്ഷെ ഇത് ഏതിൽ നിന്ന് വരുന്നു എന്ന് കൃത്യമായി വിവേചിച്ചറിയേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. അത് വിവേചിച്ചറിയാൻ കഴിയാതെ വരുമ്പോഴാണ് പ്രശ്നങ്ങളുടെ ആരംഭം നടക്കുന്നത്. വായിച്ചാട്ടെ. തുടർന്ന്. അവന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുമില്ല. അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നു. എവിടുന്ന് വായിക്കുന്നതായിരിക്കും? മുറിച്ചു വായിക്കുന്ന എന്റെ തൊട്ടുപുറത്ത് വായിക്കും. 37. എന്നെ അയച്ച പിതാവ് താനും എന്നെ കുറിച്ച് സാക്ഷ്യം. 36 മുതൽ വായിക്കാം. എനിക്കോ ശ്രദ്ധിച്ചിരിക്കണേ. സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട്. പിതാവ് എനിക്ക് അനുഷ്ഠിക്കുവാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ. കണ്ടോ അടുത്ത വാക്യം? പിതാവ് എന്നെ അയച്ചു എന്ന്. കണ്ടോ, ഇത് വായിച്ചില്ല, അത് വിഴുങ്ങി. കണ്ടോ അവിടെ വായിക്കുന്ന സ്തോത്രം, എന്നെ പിതാവ് അയച്ചു എന്ന് എന്നെ കുറിച്ച് സാക്ഷീകരിക്കുന്നു. പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെ കുറിച്ച് സാക്ഷീകരിക്കുന്നു. അപ്പോൾ നാം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും കർത്താവ് തെളിയിക്കുകയാണ്. ദൈവത്താൽ അയക്കപ്പെട്ടു എന്ന് തെളിയിക്കുകയാണ്. ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. നമ്മൾ ഇത് നോക്കുമ്പോൾ, നമ്മൾ ഇതുപോലെ ഒരു അനുഭവം നമ്മൾ പഴയ നിയമത്തിൽ നോക്കുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്ന ഒരു രംഗമുണ്ട്. ആരാന്നറിയോ? മോശയെ കുറിച്ച്. മോശ ഇതുപോലെ ഒരു പ്രയാസത്തിന്റെ അകത്ത്, ഒരു വെല്ലുവിളിക്കകത്ത് ചെന്ന് വീഴുകയാണ്. ഹല്ലേലൂയ. നമുക്കത് പുറപ്പാട് പുസ്തകം അതിന്റെ 3-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം, സ്തോത്രം, അതിന്റെ 12 മുതൽ വായിച്ചേ. അതിന് അവൻ, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നീ എന്നെ മിസ്രയീമിൽ നിന്നും കൂട്ടിക്കൊണ്ട് വരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകും എന്ന് അരുളി ചെയ്തു. 13-ാം വാക്യം. മോശെ ദൈവത്തോട്, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്തു പറയണം എന്ന് ചോദിച്ചു. അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇത് എന്നേക്കും എന്റെ നാമവും തലമുറ തലമുറയായി എന്റെ ജ്ഞാപകവും ആവുന്നു. 4:1. അതിനു മോശെ, അവർ എന്നെ വിശ്വസിക്കാതെയും. ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, അതിനു മോശെ, അവർ എന്നെ വിശ്വസിക്കാതെയും എന്റെ വാക്കു കേൾക്കാതെയും യഹോവ നിനക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്ന് പറയും. കണ്ടോ, ഇത് കണ്ടോ, ഇവിടെ മോശ ഇവിടെ പറയുന്ന കാര്യമാണ്. തന്നെ ദൈവം നിയോഗിച്ചാക്കി. പക്ഷെ ഇത് ആരുടെ മുമ്പിലാണിത് വെളിപ്പെടേണ്ടത്? ജനത്തിന് മുമ്പിലാണ് വെളിപ്പെടേണ്ടത്. എന്നെ ദൈവം വേലയ്ക്ക് വിളിച്ചോ എന്നുള്ളത് ജനത്തിന് മുമ്പിൽ വെളിപ്പെടുത്തേണ്ടത് ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ്. നാം രക്ഷിക്കപ്പെട്ടവരാണോ അല്ലയോ എന്നുള്ളത് മിസ്രയീമ്യരുടെ മുമ്പിൽ വെളിപ്പെടുത്തേണ്ടത് ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ്. അബ്രഹാമിന്റെ സന്തതികളാണ് ഇസ്രായേൽ മക്കളെന്ന് മിസ്രയീമ്യർക്ക് വെളിപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഇസ്രായേൽ മക്കൾക്കല്ല, അത് ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ്. അങ്ങനെയെങ്കിൽ നാം രക്ഷിക്കപ്പെട്ടവരാണോ എന്ന് ദൈവം വെളിപ്പെടുത്തും.
ഒരുവനെ ദൈവം വേലയ്ക്ക് വിളിച്ചാൽ അവൻ ദൈവത്തിന്റെ വേലയ്ക്കായി വിളിക്കപ്പെട്ടവനാണെന്ന് ദൈവം വെളിപ്പെടുത്തും. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ നാം ഇന്ന് നേരിടുന്ന പോലെ പ്രയാസം യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ അനുഷ്ഠിക്കുവാൻ എനിക്ക് തന്ന പ്രവർത്തികൾ കർത്താവ് എനിക്ക് തന്നിരിക്കുന്നതാണ്. അപ്പോൾ നാം ഇന്ന് ചെയ്യുന്ന ചില പ്രവർത്തികളുടെ പിന്നിൽ ദൈവാലോചനയാണെന്ന് പ്രത്യക്ഷമാകുമ്പോഴാണ് ദൈവത്തിന് മഹത്വം വരുന്നത്. വെറുതെ അങ്ങ് വലിച്ചു കെട്ടിയാണെന്ന് മഹത്വം വരുന്നില്ല. മഹത്വം എങ്ങനെയാ വരുന്നത്? ശ്രദ്ധിക്കണം, കർത്താവിന്റെ നാമത്തിൽ നീ ചെല്ലുമ്പോൾ അവിടെ ദൈവമഹത്വമാണ് വെളിപ്പെടുത്തുന്നത്. ആണോ? ദൈവമഹത്വം അല്ലേ? നാം ദൈവമക്കളാണെങ്കിൽ പിതാവായ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. ശുശ്രൂഷയിലാണ് നമ്മുടെ ജീവിതത്തിൽ ആ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തണം. അപ്പോൾ എല്ലാവരുടെയും മുമ്പിലെ പ്രതിസന്ധി, അവൻ ആരുമാകട്ടെ, രക്ഷിക്കപ്പെട്ടവനാണോ, അവന്റെ മുമ്പിലെ പ്രതിസന്ധി, അവന്റെ വൈരികൾ, അവന്റെ പ്രതികൂലങ്ങൾ അവനോട് ചോദിക്കും, പറയും. എന്താണെന്നറിയാമോ? നീ ദൈവത്താൽ വിളിക്കപ്പെട്ടിട്ടില്ല, നീ ദൈവത്താൽ അയക്കപ്പെട്ടവനല്ല. ഇത് പറയാനാണ് എല്ലാ മേഖലകളിൽ നിന്ന് പ്രശ്നങ്ങൾ എഴുന്നേൽക്കുന്നത്. ഇതും മോശയും ഇതേ പ്രശ്നത്തിന് മുമ്പിലാണ് നിന്നത്. അതുകൊണ്ട് 4-ാം അധ്യായം 4:1 വായിക്കുമ്പോൾ അതിന് മോശ, അവർ എന്നെ വിശ്വസിക്കാതെയും എന്റെ വാക്ക് കേൾക്കാതെയും. അടുത്ത പദം വളരെ ശ്രദ്ധിക്കണം, യഹോവ നിനക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്ന് പറയുമെന്ന് ഉത്തരം പറഞ്ഞു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ, ഈ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനാകുന്ന എവിടെയാ? ഇതങ്ങ് സ്തോത്രം ഇത്രോവിന്റെ സ്തോത്രം ഭവനത്തിന്റെ ഒക്കെ അടുക്കൽ വെച്ച് യഹോവയുടെ പർവ്വതത്തിൽ വെച്ചാണ് ഇത് നടക്കുന്നത് അല്ലേ? ഹോരേബിൽ വെച്ചാണ് നടക്കുന്നത് അല്ലേ? ആ പർവ്വതത്തിൽ വെച്ച് ഇങ്ങനെ ഒരു കാഴ്ച നടക്കുമ്പോൾ ഇവിടുന്ന് എന്തോരം കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ് എവിടെ കിടക്കുന്നത്? ഈജിപ്റ്റ് കിടക്കുന്നത്. അവിടെ പോണ്ടേ? ഈ മലയുടെ മുകളിൽ ദൂതൻ മുൾപടർപ്പിൽ പ്രത്യക്ഷമായ കാര്യമൊക്കെ പറഞ്ഞ് ആര് വിശ്വസിക്കാനാണ്? അതൊരു വലിയ ചലഞ്ചാ അല്ലേ? ഞാൻ കണ്ടു എന്നുള്ളത് ശരിയാ. അവന്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ ഇത് വിശുദ്ധ സ്ഥലമാകെ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളകാന്ന് പറഞ്ഞത് ശരിയാ. ഞാൻ ആ കാഴ്ച കണ്ടു, ആ കാഴ്ച കേട്ടു. അപ്പോൾ തന്നെ അങ്ങ് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് സ്തോത്രം മോശ ഓടിപ്പോയ ദേശത്തെ കുറിച്ച് ഈ മുൾപടപ്പിന്റെ നടുവിൽ നിന്നൊരു ദൈവശബ്ദം കേട്ടു. ഞാൻ എന്റെ ജനത്തിന്റെ കഷ്ടത കണ്ടു അവരുടെ നിലവിളി ഞാൻ കേട്ടു എന്നുള്ള കാര്യം. ഇത് മോശ കേട്ടു എന്ന് ഈ അടിമത്തത്തിൽ കിടക്കുന്നവര് കേട്ടാൽ ഒട്ടും വിശ്വസിക്കത്തില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. കാര്യം, പീഡനം അനുഭവിക്കുന്നവരുടെ പീഡനം കണ്ടുവെന്ന് പീഡനം അനുഭവിക്കാത്ത ഒരുവന്റെ വായിൽ നിന്ന് കേൾക്കുമ്പോഴാണ് വിശ്വസിക്കാൻ ഒട്ടും കഴിയാത്തത്. നാം മനസ്സിലാക്കണം, ദൈവം ഉപയോഗിച്ചിട്ടുള്ളവരെല്ലാം സമൂഹം അങ്ങനെ അങ്ങ് സ്വീകരിച്ചിട്ടുള്ളവരെ അല്ല. ദൈവത്തിന്റെ ശക്തി നീ ഇച്ഛിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാത്ത മേഖലയിൽ നിന്ന് ദൈവമഹത്വം വെളിപ്പെട്ടു എന്ന് വന്നാൽ മാത്രമാ ദൈവത്തിന് മഹത്വം നിൽക്കുന്നുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അവരുടെ ഇടയിൽ നിന്ന് 6 ലക്ഷം വരുന്ന ജനത്തിന്റെ ഇടയിൽ നിന്ന് ഒരുത്തനൊരു ദർശനം കണ്ടു, ഞാൻ നിങ്ങളെ പുറപ്പെടുവിക്കാൻ പോവുക, നീ നാളെ ചെന്ന് മിസ്രയീമിലെ ഫറവോനോട് പോയി പറഞ്ഞോണം. എന്നാ പറയണ്ടേ? ഞാൻ എന്റെ ജനത്തോടുകൂടെ എന്നെ ആരാധിക്കാൻ മരുഭൂമിയിൽ അയക്കാൻ വിട്ടയക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിമ ഇങ്ങനെ ഒരു ദർശനം കണ്ട് പോയ എത്ര ദിവസം പോവും? ഇവന്റെ ദേഹത്തെ ചെവിമാറ്റം മാറിയിട്ടില്ല, ഇവന്റെ ദേഹത്തെ വേർപ്പാറ്റം കൊണ്ട് അടിയുടെ പാട് മാഞ്ഞിട്ടില്ല. 40 വർഷം കൊണ്ട് മോശയുടെ ദേഹത്തു നിന്നും അവന്റെ മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നും ആ ചെളിനാറ്റവും അടിയുടെ മണവും എല്ലാം വിട്ടുപോയി. മിസ്രൈമിന്റെ മണം വിട്ടുപോയി. മിസ്രൈമിന്റെ മണം വിട്ടുപോയവന്റെ ജീവിതത്തിലാണ് മിസ്രൈമിന്റെ നടുവിലെ വിടുതലുകളുടെ ദൂത് വെളിപ്പെടുകയുള്ളൂ. മിസ്രൈമിന്റെ മാറ്റമായിട്ട് എന്നാലൊന്നും മിസ്രൈമിൽ നിന്ന് വിടുതലുണ്ടാകത്തില്ല. ഉണ്ടാവോ? ഹല്ലേലൂയ. പെട്ടെന്ന് എഴുത്തിന്റെ ആത്മാവ് ഇങ്ങോട്ട് കയറുകയെന്ന ഞാനിങ്ങോട്ട് വന്നു കേട്ടോ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പൊ ദൈവം മിസ്രൈമിലാണ് പ്രവർത്തിക്കാൻ ചെല്ലുന്നത്. മിസ്രൈമിലുള്ളവർ ഒരിക്കലും മോശയെ പ്രതീക്ഷിക്കുന്നില്ല. ഉണ്ടോ? ഞാൻ ചോദിക്കാം, മോശയെ കുറിച്ച് ഇസ്രായേൽ മക്കളോട് വരെ ചോദിക്കാം, 6 ലക്ഷം വരുന്ന ജനത്തോട് ചോദിക്കാം, മോശ ആരാ? അവൻ 40 വർഷം മുമ്പ് എന്നാ ചെയ്തു? ഇവിടെ ഒരു മിസ്രൈമിനെ ഒരു പടയാളിയെ അടിച്ചു വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കാണുകയാണ് അവൻ അടിച്ചു വന്ന്. എന്നിട്ട് അവനെ മണലിലാണെങ്കിൽ അവനെ പൂഴ്ത്തി വെച്ചിട്ട് അവനെ ഫറവോൻ കൊല്ലാൻ നോക്കിയപ്പോ ഇറങ്ങി ഓടിയവനാണ്. ഇതാണ് അത് പറഞ്ഞ് 10 പേര് ചിരിക്കും. എന്നിട്ട് പിന്നെ ഒരു സാക്ഷ്യം കൂടെ പറയും, എന്താണെന്നാ മോശയൊക്കെ ഉണ്ടായിരുന്നു, അവൻ എവിടെ ആകേണ്ടതായിരുന്നു? സ്തോത്രം. എവിടെ ആകേണ്ടതായിരുന്നു? മിസ്രൈമിന്റെ അകത്ത് വളർന്ന് വലിയൊരു സ്ഥാനത്ത് ഒരു ഫറോയായിട്ട് അവിടെ ഇരിക്കേണ്ടതായിരുന്നു. ഇതാണ് ഈ പറയുന്ന സാക്ഷ്യം. പക്ഷെ ദൈവത്തിന് ഇതൊന്നും വിഷയമല്ല.
ദൈവത്തിന്റെ വിഷയം എന്താണെന്നറിയാമോ? 40 വർഷം കൊണ്ട് നിന്നെ കഴുകി വൃത്തിയാക്കി, നിന്നെ ഉടുപ്പിച്ച്, നിന്നെ ബലപ്പെടുത്തി ഓടിപ്പോയവനെയല്ല, അധികാരത്തോടെ മടങ്ങി വരുന്ന ഒരു മോശയെ കണ്ടപ്പോഴാണ് പ്രതീക്ഷിക്കാത്തിടത്തുനിന്ന് നിയോഗം വന്നല്ലേ. പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്ന് ദൈവം നിയോഗത്തിനായിട്ട് ചിലരെ എഴുന്നേൽപ്പിക്കും. ഞാൻ ചോദിക്കട്ടെ, പ്രതീക്ഷിക്കുന്നിടത്ത് നിയോഗം വന്നാവുന്ന പ്രശ്നം ഞാൻ പറയാം എന്നാന്ന്. ഒന്നാമത്തെ കാര്യം പറയാം, അതിന് ഒത്തിരി തെളിവുകളുണ്ട് കേട്ടോ. ഹല്ലേലൂയ. നമുക്ക് മറ്റൊരു ഭാഗം കൂടെ എടുക്കാം. ഇതിന്റെ കൂടെ പറയുന്നതുകൊണ്ട് നമ്മൾ വേറെ ഒത്തിരി മാറിപ്പോയി എങ്കിലും നമുക്ക് കർത്താവ് സഹായിച്ചൊക്കെ ഒന്ന് മടങ്ങി വന്നെങ്കിലും നമ്മളോട് ഇടപെടുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ സംസാരിക്കാനായിട്ട്. നമ്മളിവിടെ വായിക്കുമ്പോൾ തന്നെ ന്യായാധിപന്മാരുടെ പുസ്തകം എടുത്തേ. ന്യായാധിപന്മാരുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ 6-ാം അധ്യായം, ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം, അവിടെ മിദ്യാനിലെ ശത്രുക്കളായിരിക്കുന്ന മിദ്യാന്യർ വന്ന് ഇസ്രായേൽ മക്കളുടെ നന്മ അപഹരിച്ചുകൊണ്ട് പോവുക. രംഗം, ഇവര് വീണ്ടും ദൈവത്തിന് വിരോധമായ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോ ദൈവം അവരെ കൈവിട്ടു. ശ്രദ്ധിക്കണേ, കർത്താവ് അവരെ കൈവിട്ടു. കൈവിട്ട് കഴിഞ്ഞപ്പോ ആരുടെ കയ്യിലേക്ക് കൈവിടുന്നേ? ജാതികളുടെ കയ്യിലേക്ക് കൈവിടും. അവര് വലിയൊരു സൈന്യവും പടയുമായിട്ട് വന്ന് ആരുടെ നേർക്ക് യുദ്ധത്തിന് വന്നു? ഇസ്രായേൽ മക്കൾക്ക് നേരെ യുദ്ധത്തിന് വന്നു. ഇവര് താഴ്വരയിൽ ജീവിച്ചിരുന്നവരായിരുന്നു. ഇപ്പൊ ഇസ്രായേൽ മക്കൾ കിടക്കുന്ന എവിടെ എന്ന് പറയാം? അങ്ങ് പർവ്വതത്തിന് മുകളിലാ. കാര്യം, ശത്രുക്കൾ വരുന്ന ദൂരെ നിന്ന് കാണാം. ഇടയ്ക്കിടയ്ക്ക് താഴ്വാരത്തിൽ വന്ന് കൃഷി ചെയ്തിട്ട് രാത്രി കയറിപ്പോകും. വിളവെടുക്കാൻ നേരത്തെ ഇറങ്ങി വരും, വിളവെടുക്കൊണ്ടിരിക്കും. വിളവെടുക്കാറാകാറായിപ്പം ശത്രുക്കൾ വന്ന് അവിടെ മിദ്യാന്യർ വന്ന്, മിദ്യാന്യരും അമാലേക്കരും വന്നിട്ട് അവര് സമ്പാദിച്ചു വെച്ചതെല്ലാം കൂടെ ശത്രുക്കൾ എടുത്തോണ്ട് പോകും. ഹല്ലേലൂയ. ഇവിടെ നമ്മുടെ വിഷയം, മോശ 40 വർഷം 40-ാമത്തെ വയസ്സിൽ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. 80-ാമത്തെ വയസ്സിൽ നിയോഗം കിട്ടുന്നു. പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്നാണ് ദൈവം തന്റെ പ്രവൃത്തി ചെയ്യുന്നത്. ദൈവത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. മനുഷ്യന്റെ പ്രവൃത്തി ഒത്തിരി കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ദാവീദിന്റെ കാലഘട്ടത്തിൽ പലരും കുന്തവും വാളും കുറച്ചക്കറൊക്കെ പിടിച്ചോണ്ട് മല്ലനായ ഗോല്യാത്തിനോട് യുദ്ധം ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഒന്നും നടന്നില്ല. പ്രതീക്ഷിക്കാത്തതിലൂടെയാണ് ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് സമൂഹം തഴഞ്ഞിട്ട മേഖലകളിൽ നിന്നാണ് ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. അത് ഭയങ്കര വ്യത്യസ്തമായ കാര്യമാണ്. കാരണം ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തി എന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ സമൂഹം അശേഷം അംഗീകരിക്കാത്ത മേഖലയിൽ നിന്നായിരിക്കും. വിശേഷിച്ച് ആത്മീയ ലോകം പ്രതീക്ഷിച്ചിരിക്കുന്ന മേഖലകളുണ്ട്. ചില പട്ടണങ്ങൾ, ചില ദേശങ്ങൾ, ചില ഇടങ്ങൾ, ചില പ്രത്യേക ഗ്രൂപ്പുകളുടെയൊക്കെ ഇടയിൽ നിന്ന് വേണം ദൈവപ്രവൃത്തി വെളിപ്പെടാൻ. അങ്ങനെ ആഗ്രഹിച്ചാൽ ദൈവം അതിന് ചെവിക്കൊള്ളുന്ന ദൈവമല്ല. നമ്മളൊന്ന് വായിച്ചേ, സ്തോത്രം 6-ന്റെ സ്തോത്രം 3 മുതൽ വായിച്ചേ. 6-ന്റെ 3 മുതൽ ഇങ്ങനെ താഴോട്ട് വായിച്ചേ. ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിദ്യാന്യരും അമാലേക്യരും കിഴക്ക് ദേശക്കാരും അവരുടെ നേരെ വരും. അവർ അവർക്ക് വിരോധമായി പാളയമിറങ്ങി ഗസാ വരെ നാട്ടിലെ വിള നശിപ്പിക്കും. ഇസ്രായേലിന് ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നും ശേഷിപ്പിക്കുകയില്ല. അവർ തങ്ങളുടെ കന്നുകാലികളും കൂടാരങ്ങളുമായി പുറപ്പെട്ടു. വെട്ടുക്കിളി പോലെ കൂട്ടമായി വരും. അവരും അവരുടെ ഒട്ടകങ്ങളും അസംഖ്യമായിരുന്നു. അവർ ദേശത്ത് കടന്ന് നാശം ചെയ്യും. ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. അടുത്തൊരു കാര്യം മനസ്സിലാക്കണം. ദൈവം തന്റെ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുമ്പ് പ്രവൃത്തി വെളിപ്പെടേണ്ട ഇടത്ത് പൂർണ്ണ ക്ഷയം നടക്കും. ക്ഷയിപ്പിക്കും അവിടെ. വായിച്ചേ. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ഇസ്രായേൽ മക്കൾ മിദ്യാന്യരുടെ നിമിത്തം യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ ഒരു പ്രവാചകനെ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ശ്രദ്ധിക്കണം, ഒരു പ്രവാചകനെ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ അയച്ചു. അവൻ അവരോട് പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ
യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളെ മിസ്രയീമിൽ നിന്നും പുറപ്പെടുവിച്ചു, അടിമ വീട്ടിൽ നിന്നും നിങ്ങളെ കൊണ്ടുവന്നു, മിസ്രയീമ്യരുടെ കയ്യിൽ നിന്നും നിങ്ങളെ പീഡിപ്പിച്ച എല്ലാവരുടെയും കയ്യിൽ നിന്നും ഞാൻ നിങ്ങളെ വിടുവിച്ച് അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവരുടെ ദേശം നിങ്ങൾക്ക് തന്നു. യഹോവയായ ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു. നിങ്ങൾ പാർക്കുന്ന ദേശത്തുള്ള അമോര്യരുടെ ദേവന്മാരെ ഭജിക്കരുത് എന്നും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു. നിങ്ങളോ എന്റെ വാക്ക് കേട്ടില്ല. അടുത്തത് അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയസ്യനായ യോവാശിന്റെ പരിവേലകത്തിൻ കീഴെ ഇരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാ, അവിടെ ഇത് നിലവിളിച്ചവരോട് എന്ത് പറഞ്ഞു? നിങ്ങൾ വിഗ്രഹാരാധനയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ കൈവിടപ്പെട്ടത്, നിങ്ങൾ പാപം ചെയ്തത് കൊണ്ടാണ് നിങ്ങൾ ജാതികളുടെ മുമ്പിലേക്ക് ഞാൻ വീണ്ടും നിങ്ങളെ മറിച്ചു കളഞ്ഞത്. ഒരു കാര്യം മനസ്സിലാക്കണം, യഥാർത്ഥ പ്രവചനം എന്ന് പറഞ്ഞാൽ എവിടെയാണോ ഒരു വിഷയം, ഒരു വീഴ്ച ഉണ്ടായത്, ആ വീഴ്ച ഉള്ളതുപോലെ വെളിപ്പെടുത്തി പറയുന്നവനാണ് പ്രവാചകൻ. ഇന്ന് കാണുന്ന ഒരു വലിയ കൂട്ടം വേറും വയറ്റിപ്പിഴപ്പിന് വേണ്ടി നടക്കുന്ന, വേറും വയറ്റിപ്പിഴപ്പിന് വേണ്ടി, വെറുതെ തനിക്ക് എന്തെങ്കിലും 5 കാശുണ്ടാക്കാൻ വേണ്ടി പച്ചയ്ക്ക് പറഞ്ഞ തെണ്ടി നടക്കുന്ന പറയേണ്ടി വരും. അങ്ങനെ നടക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ ആലോചന പറയുന്ന ഒരു ഭൃത്യനോ അഭിഷിക്തനോ ഉണ്ടെങ്കിൽ അവൻ മനുഷ്യന്റെ ഇഷ്ടത്തിന് നിൽക്കുന്ന വ്യക്തിയാകത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? മനുഷ്യന്റെ ഇഷ്ടത്തിന് ഒരിക്കലും നിൽക്കത്തില്ല. ഈ നിലവിളിച്ച ജനം അവിടെ നിന്ന് നിലവിളിക്കുമ്പോൾ അവർക്ക് വിടുതലിനെ കുറിച്ചല്ല പറഞ്ഞത്, ദൈവത്തിന്റെ ഇടപെടൽ എങ്ങനെയാ? നിനക്ക് ഇന്നത്തെ വിടുതലിന് വേണ്ടി നീ നിലവിളിച്ചപ്പോൾ പണ്ട് ദൈവം വിടുവിച്ചതിനെ കുറിച്ചാണ് ദൈവം പറയുന്നത്. ഹല്ലേലൂയ. പണ്ട് അവരെ വിടുവിച്ചു കൊണ്ടുവന്നു ദൈവം. അത് മറന്നുപോയി. ജനത്തിന്റെ സ്വഭാവമല്ലേ, അവർക്ക് അന്നേക്കുള്ള കാര്യമേ അവർക്കുള്ളൂ. മുമ്പ് നടന്നതൊക്കെ മറന്നു പോകുന്നവരാണ് വീഴ്ചയിൽ വരുന്നത്. ആരാ വീണു പോകുന്നതെന്ന് അറിയാവോ? ദൈവം പണ്ട് ചെയ്തതൊക്കെ മറന്നു പോകുന്നവരാണ് വീണു പോകുന്നത്. തിരിഞ്ഞു നോക്കണം. നമ്മൾ ഓരോരുത്തർ സമയത്തും പുറകിൽ നടന്നത് നമ്മൾ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ മറന്നു പോകരുത്. വീണു പോകുന്നവരിൽ ബഹുഭൂരിപക്ഷവും പിന്നിൽ ദൈവം ചെയ്ത പ്രവർത്തികളെ മറന്നു പോകുന്നവരാണ് വീണു പോകുന്നത്. ആമേൻ. ഇവിടെ ദൈവത്തിന്റെ ദൂതൻ അവിടെ പറയുന്ന കാര്യമാണ് നമ്മളിവിടെ കണ്ടത്. മിസ്രയീമ്യരുടെ കയ്യിൽ നിന്നും നിങ്ങളെ പീഡിപ്പിച്ച എല്ലാവരുടെയും കയ്യിൽ നിന്നും ഞാൻ നിങ്ങളെ വിടുവിച്ചു, അവരുടെ നിങ്ങളുടെ മുമ്പിൽ നീക്കിക്കളഞ്ഞു, അവരുടെ ദേശം നിങ്ങൾക്ക് തന്നു. കർത്താവ് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. കർത്താവ് നീ ഇനി ചെയ്യണമേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവിന്റെ പ്രതികരണം ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. ദൈവത്തിന്റെ സ്വഭാവം ശ്രദ്ധിച്ചോ? ജനം പ്രതീക്ഷിക്കുന്നത് ഇന്ന് വിടുതൽ, ഇപ്പോ കിട്ടണം, ഇപ്പോ ഉപവാസം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോ റൈറ്റ് നൗ വിടുതലാണ്, ഡെലിവറൻസ് ആണ്, ബ്രേക്ക് ത്രൂ ആണ്. ഒരു പിണ്ണാക്കം നടന്നില്ല അവിടെ. മനസ്സിലാകുന്ന ഒന്നും സംഭവിച്ചില്ല അവിടെ. പിന്നെന്താ സമയം? ഞാൻ പണ്ട് എല്ലാരെയും നീക്കിയതാ, അവരുടെ സാധനങ്ങളെല്ലാം നിനക്ക് തന്നതാ. അപ്പൊ കർത്താവ് ഇങ്ങനെ നമ്മുടെ നാട്ടുഭാഷയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ നമ്മൾ ചോദിക്കും അല്ലേ? ദൈവത്തിന് അതിന് ആവശ്യമുണ്ട്. പണ്ട് നടന്നത് എണ്ണി എണ്ണി പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവമാണ്. ഹല്ലേലൂയ. പണ്ട് നടന്നത് എണ്ണി എണ്ണി പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവമാണ്. ഹല്ലേലൂയ. കാര്യം ദൈവജനത്തെ 2000 വർഷമായിട്ട് ദൈവം നടത്തിക്കൊണ്ടിരിക്കുക ഇപ്പൊ. ഹല്ലേലൂയ. പെന്തക്കോസ്തിന്റെ അനുഭവം തുടങ്ങിയിട്ട് ഇപ്പോൾ 100 വർഷത്തിന് മേളിലായി തുടങ്ങി. ഹല്ലേലൂയ. ഇത്രയും നാളുകൾ അനുഭവമുണ്ട് ജനത്തിന്. ഹല്ലേലൂയ. പഴയതെല്ലാം മറന്നുപോട്ടെ എന്ന് പറയുന്നതല്ല, നീ പണിതതും നടത്തിയതും എങ്ങനെയെന്ന് പരിശോധിക്കുന്ന ദൈവത്തെ തന്നെ നമ്മൾ സേവിക്കുന്നേ. ഹല്ലേലൂയ. പഴയ കാര്യങ്ങൾ കുത്തിപ്പോക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ നാട്ടുഭാഷയല്ലേ, പഴയ വിഷയങ്ങളൊക്കെ കുത്തിപ്പൊക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവം എന്നാന്നറിയോ? പഴയതെല്ലാം കുത്തിപ്പൊക്കിയാണ് നിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എഴുതുന്നത് ദൈവം. നിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ദൈവം എഴുതുന്നത് പച്ചമഷി വേണോ ചുവപ്പ് മഷി വേണോ എന്ന് തീരുമാനിക്കുന്നത് ദൈവം പഴയതെല്ലാം കുത്തിപ്പൊക്കിയിട്ട് തന്നെയായിരിക്കും. അല്ലേ? അങ്ങനെയാണ്. ഹല്ലേലൂയ. സ്വതന്ത്രം. മിക്ക വിഷയവും ചുവപ്പ് മഷി കിടക്കുക.
പക്ഷേ നമ്മുടെ ഉപവാസം കർത്താവേ ഈ പ്രാർത്ഥന കഴിഞ്ഞു വരുമ്പോ വലിയൊരു വിടുതല്, പച്ച മഷി കൊണ്ട് വെരി ഗുഡെന്ന്. പക്ഷെ കർത്താവ് ചുമന്ന മഷിയിൽ വെരി പൂവർന്ന് എഴുതി വെച്ചിരിക്കുക. വെരി ഗുഡ് പ്രതീക്ഷിക്കുന്ന പച്ച മഷിക്ക് പകരം ചുമപ്പ് മഷിയിലുള്ള വെരി പൂർ കിടക്കുകയാണ്. നീ വിശ്വാസത്താൽ അത് പച്ച മഷി കണ്ടുകൊണ്ടിരിക്കുക, പക്ഷേ നിന്റെ യാഥാർത്ഥ്യം ചുമപ്പ് മഷിയിലാണ്. അല്ലേ? എവിടെയൊക്കെയോ തൊടുന്നുണ്ട്. ഹല്ലേലൂയ. പച്ച മഷി കാണുവാൻ ആഗ്രഹിക്കുന്ന നിന്റെ കണ്ണിൽ ചുമപ്പ മഷിയിലാണ് കാര്യം ഇപ്പൊ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിന്റെ പ്രവൃത്തി തൂക്കി നോക്കി മകനെ, നീ പാടില്ലാത്തത് ചെയ്തു, പോകാൻ പാടില്ലാത്ത വഴികളിൽ നീ ചെന്നു. അല്ലേ? ഹല്ലേലൂയ. അപ്പോൾ കുത്തിപ്പോക്കി, പഴയ കാര്യങ്ങളെല്ലാം കുത്തിപ്പൊക്കി. കേൾക്കുന്നവർക്കുണ്ടാകുന്ന സന്തോഷം എത്ര അധികം. ഇപ്പൊ ഇവരുടെ അവസ്ഥ എന്നാണെന്നറിയോ? ശ്രദ്ധിക്കണേ. സ്തോത്രം. ഇവര് സ്തോത്രം ഈ നഷ്ടങ്ങൾ വന്നു കഴിയുമ്പോൾ ദൈവസന്നിധി ചെല്ലുന്നൊരു ഒരു എഴുന്നള്ളിപ്പുണ്ടല്ലോ, അങ്ങനെ അയ്യോ എനിക്ക് ഏവാണ്ടായി എന്നും പറഞ്ഞ് ചെല്ലുന്ന ഒരു അവസ്ഥയുണ്ട്. ചെന്നിട്ട് അങ്ങോട്ട് ആ പ്രാർത്ഥനയ്ക്കകത്തൊക്കെ ഇത് ദൈവത്തിന്റെ ഭാഗത്താ തെറ്റുന്നുള്ള രീതിയിൽ ചെന്ന് ഇത് ഈ പ്രായമുള്ളവർ ഈ ഒരു വലിയ വിഷയമുണ്ടേ. അടിസ്ഥാനങ്ങളെല്ലാം തെറ്റിക്കും. എല്ലാം തെറ്റിക്കും. ദൈവമായിട്ട് എല്ലാ ബന്ധവും വിടും. എല്ലാം കഴിഞ്ഞ് അവിടെ ചെന്നിട്ട് മക്കൾക്ക് സൗഖ്യമില്ല, ദൈവം എന്തോ ചെയ്തു. ഇത് കേൾക്കുന്ന പ്രവാചകൻ കൃപയിൽ അല്ലെങ്കിൽ അവൻ അവരുടെ കൂടെ പോകും. അങ്ങനെ കൊണ്ടേ പറ്റിച്ച് കാശും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന പ്രവാചകന്മാർ ഒത്തിരി കള്ളന്മാരുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അവരാരും മാനസാന്തരപ്പെടാൻ തയ്യാറല്ല. അങ്ങനെ ഇരിക്കട്ടെ. കാര്യം അവര് പ്രതീക്ഷിക്കാത്ത സമയത്ത് വീഴ്ച വരുമ്പോ വിശ്വാസികൾ മാത്രമല്ല മുഴു ലോകത്തിനും കാണാം ഇവന്റെ പതനം എത്ര ഭീകരമായിരുന്നുള്ളത്. ഈ വചനം ശ്രദ്ധിക്കണം. ഇവര് വിടുതലിന് വേണ്ടി ഇരുന്നപ്പോൾ ദൈവം പഴയ കാര്യം കുത്തിപ്പൊക്കി കാണിച്ചു. അവരുടെ കുറവ്, വീഴ്ച എവിടെയാണെന്നുള്ള ദൈവത്തിന്റെ ആത്മാവ് കാണിച്ചത്. അല്ലേ? ആ ഭാഗം നമ്മൾ നോക്കാം. വേഗം ഒന്ന് വായിച്ചേ, ഭാഗം ഒന്ന് വായിച്ചേ. യഹോവയായ ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു എന്നും നിങ്ങൾ പാർക്കുന്ന ദേശത്ത് അമോര്യരുടെ ദേവന്മാരെ ഭജിക്കരുത് എന്നും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു. ഇവിടെ ശ്രദ്ധിക്കണം. അമോര്യരുടെ ദേവന്മാരെ നിങ്ങൾ ഭജിക്കരുത്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് ക്രിസ്തീയ സഭയ്ക്കകത്ത് വിശ്വാസികള് മറ്റൊരു ദൈവത്തെ സേവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സ്തോത്രം അതൊരു വിഷയം തന്നെയാണ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്നിട്ടും വീണ്ടും പഴയ വഴി കൂടെ പോകുമ്പോ പഴയ പെരുന്നാളും നേർച്ചക്കുറ്റിയൊക്കെ കാണുമ്പോ ഒരു ആകർഷണമൊക്കെ തോന്നുന്നവരുള്ളവരുണ്ട്. കാര്യം എന്നാന്നറിയ, കർത്താവിന്റെ മാർഗത്തിലേക്ക് വരുമ്പോ തന്നെത്താൻ ത്യജിക്കേണ്ടി ഒരു കൈയിരിക്കുന്നതെല്ലാം പോകേണ്ടി വരുമ്പോ ഈ ശരിക്കും ആത്മീയമായിട്ട് ജനിക്കാത്തവനും ജഡസ്വഭാവം ചാകാത്തവനൊക്കെ ഉണ്ടല്ലോ, പഴയത് പലതും കണ്ടു കഴിയുമ്പോ അന്ന് ഇതിലും സെറ്റപ്പ് ആയിരുന്നല്ലോ എന്ന് കണ്ട് അങ്ങോട്ട് ആകർഷിക്കപ്പെട്ടാൽ തീർന്നു. അങ്ങനെ പഴയതിലേക്ക് ആകർഷിച്ചു പോകുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് അവരുടെ ആ വഴിയെ കുറിച്ച് മാനസാന്തരമില്ല. അത് തെറ്റാന്ന് അറിഞ്ഞിട്ടും അവർ ആ വഴിക്കേ പോകത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് ഈ ജനത്തെ പോലെ, ഇസ്രായേൽ മക്കളെ പോലെ അവര് സാഹചര്യങ്ങളെ നോക്കി ഈ ലക്ഷറി കൂടുമ്പോ ശ്രദ്ധിച്ചു വേണം കേട്ടോ. വിശ്വാസത്തിന്റെ അടിസ്ഥാനക്കല്ലൊക്കെ ഇളക്കാൻ തുടങ്ങുന്നവരുണ്ട്. ഇവർക്ക് അതാ സംഭവിച്ചത്. ഇവർക്ക് ലക്ഷറി വന്നു കഴിഞ്ഞപ്പോൾ അവർ ഈ ദൈവത്തെ മറന്നു. എന്നിട്ട് ജാതീയ ദൈവത്തിലേക്ക് തിരിയാൻ തുടങ്ങി. അല്ലേ? അപ്പോൾ എന്ത് സംഭവിച്ചു? വായിച്ചേ. ദേവന്മാരെ ഭജിക്കരുത് എന്നും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു. ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്. ആ ശുദ്ധീകരണം മറന്നു പോകരുത്. ആമേൻ. ഹല്ലേലൂയ. വായിച്ചാട്ടെ. നിങ്ങളോ എന്റെ വാക്ക് കേട്ടില്ല. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒപ്രയിൽ അബിയാസ്യനായ യോവാശിന്റെ പരിവേലകത്തിന് കീഴേ ഇരുന്നു. അവന്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരി ചക്കിന് അരികെ വെച്ച് മെതിക്കുകയായിരുന്നു. ഞാൻ ആദ്യം പറയാം, കർത്താവിന്റെ എക്കാലത്തെയും പ്രോഗ്രാം എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചു. ഇത് കഴിഞ്ഞാൽ പുതിയ നിയമത്തിന്റെ അകത്തൊരു ഭാഗം കൂടെ എടുത്ത് കാഴ്ച നിർത്തും കേട്ടോ. ഈ കാര്യം ശ്രദ്ധിക്കണം. ഇത് നിലവിളിച്ചവർക്കല്ല ദൂത് വന്നത്. നിലവിളിച്ചവരുടെ ഇടയിൽ നിയോഗം ആർക്കും വന്നില്ല. നിലവിളിച്ചവർ തെറ്റ് ചെയ്തവരായിരുന്നു.
തെറ്റ് ചെയ്ത ജനത്തിന്റെ ഇടയിൽ ആർക്കും നിയോഗം വന്നില്ല. ഞാനൊരു കാര്യം പറയും, തെറ്റ് ആരംഭിക്കുന്ന ചില ശക്തി കേന്ദ്രങ്ങളുണ്ട്. കേരളത്തിലും ഉണ്ട്, വിശ്വാസത്തിൽ പെന്തക്കോസിലും അല്ലെ. പെന്തക്കോസിന്റെ ശക്തി കേന്ദ്രങ്ങളിലെ പെന്തക്കോസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളും വൃത്തികേടുകളും സുവിശേഷത്തിനും ദൈവവചനത്തിനും നിരക്കാത്തതായിട്ടുള്ള കാര്യങ്ങളില്ലേ, അവിടെ നീ തലകുത്തി ഉപവാസം എടുത്താലും ഈ ദൈവമാണെങ്കിൽ അവിടെ ഒരു നിയോഗം കിട്ടുമെന്ന് വിചാരിക്കരുത്. ഹല്ലേലൂയ. അവിടെ തലകുത്തി നിൽക്കുന്ന ഉപവാസം എടുത്താലും ശെബായരെന്ന് ആടിനെ പിടിച്ച സാക്ഷ്യം പറഞ്ഞാലൊന്നും മകനെ ദൈവം നിനക്ക് അനുകൂലമാകത്തില്ല. ഈ കർത്താവാണ് നിന്റെ ദൈവമെങ്കിൽ ഹല്ലേലൂയ. എന്തുകൊണ്ടത് സംഭവിക്കുന്നത്? അവിടെ അകൃത്യം പ്രവർത്തിച്ചിട്ട് അവർക്കാർക്കും അതൊന്നും. ഇപ്പൊ ജാതികൾക്ക് ഇടം കൊടുത്ത് അവരെ ആദ്യം കാണിച്ച് പല കാര്യങ്ങൾ കണ്ടപ്പോ അവർ വന്ന് അവരുടെ ആധിപത്യത്തിൽ വന്ന് എടുത്തോണ്ടിരിക്കുക. ഇന്ന് സ്വതന്ത്രം രക്ഷിക്കപ്പെടാത്തവൻ പലതിന്റെയും വെളിച്ചത്തിൽ വന്ന് സഭയ്ക്കകത്ത് ആധിപത്യം എടുക്കുമ്പോ അതിനനുവദിച്ചിട്ടാണ് നിന്റെ സ്വന്തം തലമുറയുടെ മേലെ ദൈവത്തിന്റെ ന്യായവിധി വന്നത്. അത് മറന്നുപോകരുത്. ഈ വചനപ്രകാരം നോക്ക്, നിയോഗം വന്ന് ആർക്കാ? ഇതുമായിട്ട് ബന്ധമില്ലാത്തവന്. ദൈവത്തിന്റെ ആത്മാവിനെ ഉപയോഗിക്കുന്നവർ എന്ന് പറഞ്ഞാൽ സ്തോത്രം, ഇസ്രായേൽ മക്കളെ, നിങ്ങളെ മിദ്യാന്യർ വിഴുങ്ങിയതിന് പിന്നീട് നിങ്ങൾ സ്വന്തം ജാതിയുടെ മുമ്പിൽ ചെന്നു എന്ന് വെളിപ്പെടുത്താത്ത ഒറ്റ പ്രവാചകൻ ദൈവത്തിൽ നിന്നുള്ളതല്ല. ഹല്ലേലൂയ. ഈ കടിഞ്ഞൂലുകൾ ആത്മീയത്തിൽ ഒത്തിരി ചത്തുകൊണ്ടിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ആത്മീക ജീവിതത്തില് ഒത്തിരി കടിഞ്ഞൂൽ വിശ്വാസത്തിൽ ജനിച്ചു വന്ന ഒത്തിരി പേര് ഇന്ന് സ്തോത്രം ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ആരാ കാരണമെന്നറിയാവോ? പാടില്ലെന്ന് പറഞ്ഞത്, ദൈവത്തിന്റെ വചനം അരുതെന്ന് പറഞ്ഞത് അനുവദിച്ചിരുന്നിട്ട് ഇപ്പൊ ഇതൊക്കെ ചെയ്താൽ എന്നാ കുഴപ്പമെന്ന് ചോദിക്കുമ്പോ നിന്നെയും നിനക്കുള്ളതിനെയും തിന്നാൻ പലതിനെയും ദൈവം ഒരുക്കും. ഇത് പറയുമ്പോൾ എനിക്ക് പലതും എന്റെ ഹൃദയത്തിൽ വരുന്നു, പക്ഷെ എനിക്ക് പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന്റെ ന്യായവിധി അവിടെ വെളിപ്പെടും തീർച്ചയായിട്ടും. ആമേൻ. ന്യായവിധി വെളിപ്പെടുന്നുണ്ടല്ലോ. നീ ഉദ്ദേശിക്കുന്ന ശെബായരെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മിദ്യാന്യരെ പിടിക്കാനല്ല. ഹല്ലേലൂയ. അവിടെ വായിക്കുന്ന എന്താണ്? മിദ്യാന്യരും അമാലേക്കരും. നമ്മുടെ പ്രാർത്ഥന കർത്താവേ മിദ്യാന്യരെ സന്ദർശിക്കണേ, അമാലേക്കരെ സന്ദർശിക്കണേ. എന്തുകൊണ്ടാണ് സന്ദർശിക്കാത്ത ഇത്ര നാളായിട്ട്? ഇതാ വചനത്തിൽ നിൽക്കത്തില്ല. ഞാൻ പറയാൻ കേട്ടോ, ഈ ബഹുഭൂരിപക്ഷം ഈ വോൾനൈറ്റ് പ്രയറും വെറും വേസ്റ്റാ. വേറും ഈ ഒത്തിരി പ്രയർ മീറ്റിംഗിൽ ഞാനിത് ഇത് വളരെ എന്നെ ചിന്തിപ്പിച്ചത്. ഞാനിന്ന് മറ്റേ എം ഷാമുൽ എന്ന് പറഞ്ഞ ദൈവദാസന്റെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും സ്റ്റഡികളും എല്ലാം പലതും കണ്ടപ്പോഴാണ് എനിക്ക് ഇതിന്റെ തെറ്റ് അവിടെ കിടക്കുന്നത് എനിക്ക് മനസ്സിലായത്. ഇന്ന് ഞാൻ പറയട്ടെ, ഈ ഉപദേശത്തിന്റെ മതിൽക്കെട്ടുകൾ ഇടിച്ചു കളയുന്ന, അതിർവരമ്പ് പൊളിച്ചു കളയുന്ന ഒത്തിരി എന്താ പറയുന്നവരെ ഒത്തിരി പ്രയർ ഗ്രൂപ്പുകളുണ്ട്. ഉപദേശത്തിന്റെ അതിന് വരുമ്പോൾ തകർത്ത് കളയുന്ന ഒത്തിരി ടീംസുകളുണ്ട്. അവര് പല ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യും, പല സെമിനാറുകൾ കണ്ടക്ട് ചെയ്യും. ഇതിൻ്റെ അകത്ത് പോയി ഇരിക്കേണ്ടതാരാന്നറിയോ? രക്ഷിക്കപ്പെട്ടവൻ, സ്നാനപ്പെട്ടവൻ, അഭിഷേകം പ്രാപിക്കുന്നവൻ. പക്ഷെ ഇതിന് നേതൃത്വത്തിൽ ഇരിക്കുന്ന ആരാന്നറിയാമോ? രക്ഷിക്കപ്പെടാത്ത രാഷ്ട്രീയക്കാര്, രക്ഷിക്കപ്പെടാത്ത അച്ഛന്മാർ. ഇവർക്ക് അവിടെ ഇരിക്കാൻ എന്താ യോഗ്യതയുള്ളേ? അവരെ കയറ്റിയിരുത്തുമ്പോ ഓർത്തോണം കേട്ടോ, ഇതിന്റെ പിന്നിൽ മിദ്യാന്യരും ഇതുപോലെ തന്നെ അമാലേക്കരും നിന്റെ നന്മ കവരാൻ വരുമ്പോ നിന്റെ നിലവിളുടെ മുമ്പിൽ കണ്ണുനീരെടുക്കുന്ന ദൈവമല്ല, നിന്റെ വഴി തെറ്റിയവരെ തിരിച്ചറിയണം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടാത്തവൻ സ്റ്റേജിൽ ഇരിക്കുക, ദൈവത്തിന് മുമ്പിൽ ഇത് കൈയടിച്ചോണ്ടിരിക്കുക. ഇത് പറഞ്ഞു കേട്ടോണ്ട്. ദൈവജനം കൈയടിക്കരുത്, ദൈവജനം വിവേചിക്കണം. അഭിഷേകമില്ലെങ്കിൽ മുട്ട നിന്ന് പ്രാർത്ഥിക്കണം. അഭിഷേകമില്ലെങ്കിൽ നീ പാപം ചെയ്തിട്ടുണ്ട്, പാപം ഏറ്റു പറഞ്ഞ് കരയണം. അതാ വിഷയം. പാപം ചെയ്തിട്ടുകൊണ്ടാണ് നിന്നിൽ അഭിഷേകമില്ലാത്തത്, ശക്തിയില്ലാത്തത്, ദൈവം പറയുന്നത് ചെയ്യാത്തതുകൊണ്ടാണ് പലതും ഇങ്ങനെ എന്താ ഈ ഡീസലും പെട്രോളും ഇല്ലാത്ത എഞ്ചിൻ കിടന്നുകൊണ്ട് സെൽഫ് അടിക്കാൻ നേരത്ത് കിടന്ന് ഇങ്ങനെ കാണിക്കും, ഓണാകത്തില്ല. ഇതുപോലെ കാണിച്ചോണ്ടിരിക്കുന്നത്.
മനസ്സിലാവുന്നുണ്ടോ? ആത്മനിറവിലേക്ക് വരാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഇവിടെ അമാലേക്കരും മിദ്യാന്യരും വന്ന് നിന്റെ നന്മ എടുത്തോണ്ട് പോവുക. നിനക്ക് കാര്യം മനസ്സിലാകുന്നില്ല. ഇതുവരെ നിനക്ക് കാര്യം മനസ്സിലാകും. നിന്റെ ഉപവാസ പ്രാർത്ഥന എന്നാണെന്നറിയോ? കർത്താവേ, അവരിൽ നിന്നൊരു വിടുന്നില്ല. റൈറ്റ്, നീ വചനം ചൊല്ലി പ്രാർത്ഥിച്ചു, ഉപവസിച്ചു പ്രാർത്ഥിച്ചു, കൈപിടിച്ച് പ്രാർത്ഥിച്ചു, ദേശത്തിന് ചുറ്റും ഓടി പ്രാർത്ഥിച്ചു. ഇനി ഓടില്ല, തലകുത്തി ഓട്. നടക്കത്തില്ല. കാര്യം നീ ഇതിന്റെ അതിര് വരുമ്പോ പൊളിച്ചിട്ടായിരിക്കുന്നേ. വേണ്ടാത്ത സെമിനാറുകളും പ്രോഗ്രാമും അകത്ത് നീ എളിഞ്ഞിരുന്ന് അത് കഴിഞ്ഞ് വിഷയം വന്നപ്പോ നിന്നിൽ അഭിഷേകവുമില്ല, കൃപയില്ല. ഹല്ലേലൂയ. എടാ, നിന്റെ ജടയൊക്കെ പണ്ടേ മുറിച്ച് കളഞ്ഞു വരും, അല്ലേ? പെന്തക്കോസ്തിൽ സ്വത്രം തൊടാൻ പാടില്ല, ചൗരക്കത്ത് തൊടാൻ പാടില്ലാത്ത ഉപദേശത്തിന്റെ ജടകളെല്ലാം മുറിച്ചു കളഞ്ഞു. ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കുകയാണ്. സ്നഗ്ഗി ഇട്ടോണ്ട് എഴുന്നേറ്റ് നിൽക്കുന്ന പിള്ളേർ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഹല്ലേലൂയ. നടക്കില്ല. ശിംശോനെ, നീ ദൈവസന്നിധി മടങ്ങി വരണം. ഹല്ലേലൂയ. ആ ഭാഗം വായിച്ചേ. തുടർന്ന് വായിച്ചേ. വായിച്ചേ. വേഗം നിർത്താൻ സമയം പോകുന്നു. ഈ ഒരു കാര്യം, ഈ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരുടെ ഇടയില് ആരോടെങ്കിലും ഹേ പരാക്രമശാലി എന്ന് ദൈവത്തിന്റെ ദൂതം പറഞ്ഞാണല്ലോ, ആ ഒരു ശക്തി കൊണ്ട് ഈ വരുന്ന അമാലേക്കരും മിദ്യാന്യരും എല്ലാം ഇവന്മാര് വന്നേനെ. ആ ദൂത് അവിടെ കേട്ടില്ല. എടാ, അമാലേക്കരെയും മിദ്യാന്യരെയും കൊല്ലാനുള്ള അഭിഷേകമേ വെറുതെ ഒരുത്തിനും സ്വർഗം കൊടുക്കത്തില്ല. എല്ലാം അവസാനിപ്പിച്ചവനെ കൊടുക്കത്തുള്ളൂ. എന്നാന്നറിയാമോ? അവിടെ ചെന്ന് നോക്കുമ്പോ നമ്മൾ ഇതൊക്കെ ഈ വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടുവന്ന ഈ ഗിദെയോന്റെ കഥ കേൾക്കുമ്പോഴേ നമ്മൾ ആ ബന്ധനത്തിൽ കിടക്കുക. ഇതുവരെ കാണേണ്ടത് കാണാൻ പറ്റുന്നില്ല. ഈ ഉപദേശത്തിന്റെ മതിലിടിച്ച് കാണുന്നതുകൊണ്ടാണ് നിന്റെ കണ്ണ് ഇപ്പോൾ ഈ കുരുട് കയറിയിരിക്കുന്നത്. കണ്ണിൽ ഈ ചെറുമ്പൽ വീണതിന് കാരണം എന്നാന്നറിയോ? ഇതാ കാരണം. വഴി തെറ്റിച്ചു കഴിഞ്ഞപ്പോ കാണേണ്ടത് കാണാൻ കഴിയത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ മെസോത്തം ഗിദെയോനോട് പറഞ്ഞ ആ ദൂത്, ഹേ പരാക്രമശാലി എന്ന് ദൂതൻ പറയുന്ന ആ ദൂത്, അവിടെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച് ഇവരുടെ യശോത്രം, ഇവരുടെ നന്മ എടുത്തുകൊണ്ട് പോകുന്ന യശോത്രം കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ ചെരുവിലാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മുട്ടയിൽ നിൽക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. 24 ഡേയ്സും 21 ഡേയ്സ് ഒക്കെ അവരുടെ മുമ്പിലെങ്ങാനുമാണ് ഈ ഹേ പരാക്രമശാലി എന്ന് കേട്ടെങ്കിൽ എവിടെ എന്നെ ആവുമായിരുന്നു? അന്ന് പ്രശ്നത്തിനെല്ലാം പരിഹാരം വരുമായിരുന്നു. പക്ഷേ അവിടെ പറയാതിരുന്നതിന് കാരണം എന്നാണ്, ദൈവത്തിന് ചിലത് നിന്നോട് പറയാനുണ്ട്. ദൈവത്തിന് ചിലർ ഇന്ന് നമ്മുടെ കേരളത്തോടും പറയാനുണ്ട്. പക്ഷെ അത് കേൾക്കാവുന്ന ലെവലിലേക്ക് ആയിട്ടില്ല, അല്ലേ? ഇത് വെളിപ്പെടുന്നത് വരെ ശക്തിയോടെ ശെബായരും മിദ്യാന്യരും നിന്റെ അടുക്കലേക്ക് വരും. നിന്റെ കണ്ണിന്റെ മുമ്പിലൂടെ തന്നെ പലതും എടുത്തോണ്ട് പോകും, അല്ലേ? അത് ദൈവത്തിന്റെ രീതിയാണ്. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കി ഗിദെയോനോട് എന്താ പറയുന്നത്? ഹേ പരാക്രമശാലിയെ, വായിച്ചേ. പറഞ്ഞു. അടുത്ത് ഗിദെയോൻ അവനോട് അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നത് എന്ത്? അതെന്നാ കാര്യം എന്നറിയാവോ? ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, എന്തുകൊണ്ടായി ഗിദെയോൻ ഉള്ളതെല്ലാം കൂടെ ഇടിച്ചു പൊടിച്ച് തിന്നിട്ട് മരിക്കാതിരിക്കുകയാണ്, അല്ലേ? എന്നാ ഒരു കാര്യം മനസ്സിലാക്കണേ, ഈ ശക്തി കേന്ദ്രങ്ങളിൽ ആരും മരിക്കാൻ റെഡിയല്ല. ആരെങ്കിലും റെഡിയാണോ? ശക്തി കേന്ദ്രങ്ങളിൽ എല്ലാരെയും പോരാടാനല്ലേ നിൽക്കുന്നേ. മനസ്സിലാക്കണേ, പോരാടാൻ നിൽക്കുന്നവൻ പോരാടാൻ കഴിയാതിരിക്കുമ്പോൾ മരിക്കാനിരിക്കുന്നതിന് പോരാടാൻ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. മനസ്സിലാവുന്നുണ്ടോ? ശക്തി കേന്ദ്രങ്ങളിൽ പലരും ഹല്ലേലൂയ പോരാടാതിരിക്കുക. അവരുടെ പ്രാർത്ഥനയുടെ റിസൾട്ടായിട്ട് ഹേ പരാക്രമശാലി എന്നെങ്ങാനും ആരെങ്കിലും കേട്ടിരുന്നെങ്കിൽ ആ ബലം പ്രാപിച്ച ആ ശക്തിയോടെ പുറപ്പെടാൻ കഴിയും. ഈ ശക്തിയോടെ പുറപ്പെട്ടു പോയ ഒത്തിരി പേരുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ വന്നു. ദൈവത്തിന്റെ ദൂതന്റെ സാന്നിധ്യം വന്നപ്പോൾ ആ സാന്നിധ്യം അനുഭവിച്ച് പുറപ്പെട്ടാൽ
അവിടെ മിദ്യാന്യരും കാണില്ല, അവിടെ കാണിച്ച അമാലേക്കരും കാണില്ല. ഈ രണ്ട് ജാതികളെ അവിടെ ഈ ഓൺ ടൈമിൽ തീർത്ത് കളയാൻ പറ്റും. പക്ഷേ അവിടെ നിന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചവരെല്ലാം പോരാടാൻ വേണ്ടിയായിട്ട് നിൽക്കുമ്പോൾ പോരാടല്ല, മരിക്കാനിരിക്കുന്നവനാണ് നിയോഗം വന്നത്. അല്ലേ? മരിക്കാനിരിക്കുന്നവനാണ് നിയോഗം വന്നത്. അതൊരു വലിയ നിയോഗം തന്നെയാ. അല്ലേ? സ്തോത്രം. വായിച്ചേ. കണ്ട ആ ഭാഗം അവിടെ വായിക്കുന്നതിന്റെ 11-ാം വാക്യം. അനന്തരം യഹോവയുടെ ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയേസറിന്റെ യോവാശിന്റെ കരുവേലത്തിന് കീഴിലിരുന്നു. അവന്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് വിദ്യാന്റെ കയ്യിൽ നിന്ന് പെടാതിരിക്കേണ്ടതിന് യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നത് എന്ത്? ഇവിടെ രണ്ടൊരു ദൂത് പറയാറുണ്ട്. ഈ ഗിദെയോനെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രത്യേകം എന്താണെന്നറിയാവോ? അവരുടെ കണ്ണിൽ പെടാതിരിക്കാനാണ് മാറ്റിവെച്ച് പൊടിച്ചോണ്ടിരിക്കുന്നത്. ഇന്ന് എല്ലാവർക്കും 10 പേര് കണ്ടാലേ പൊടിക്കാൻ പറ്റത്തുള്ളൂ. അല്ലേ? 10 പേര് കാണണം. അല്ലേ? 10 പേര് കാണണം. അവരെല്ലാം കണ്ടാലേ എനിക്ക് പൊടിക്കാൻ പറ്റത്തുള്ളൂ. ഇത് ആരാടാ നിന്റെ ഓഡിയൻസ്? ആരാന്നോ? മിദ്യാന്യര്, അമാലേക്കര്, അവരുടെ കുടുംബ കിഴക്കദേശക്കർ, അവരെല്ലാരും നിന്നുമ്പോ സ്തോത്രം പറഞ്ഞ് ഞങ്ങൾ അന്യഭാഷയിൽ ആരാധിച്ചു. എടാ, ഈ ആത്മാവൊക്കെ വേറെയാ. മനസ്സിലാക്കണം, ഇത് പിടിക്കപ്പെടും. അവരുടെ കാഴ്ചയിൽ പെടാതെയാണ് നീ പൊടിക്കേണ്ടത്. അപ്പൊ സ്വർഗം നോക്കുന്നുണ്ടാ? എടാ, ഈ ദുഷ്ടന്മാരുടെ കണ്ണിൽ പെടാതെ മാറി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ നോക്കുന്നത്. അതായത് ഫേമസ് ആകാൻ മനസ്സില്ലാത്തവനുണ്ടോ? അവനാണ് നിയോഗം വരുന്നത്. പുറത്തു വരാൻ വലിയ പ്ലാനില്ല, അവനാ നിയോഗം വരുന്നത്. പുറത്താരും അറിയണ്ട, അവനാണ് നിയോഗം വരുന്നത്. അവർ കാണാതെ ഗോതമ്പ് കൊണ്ടേ വെച്ച് ഒളിഞ്ഞിരുന്ന് പൊടിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ഒരു കാര്യം സ്വർഗത്തിന് മനസ്സിലായി. ഇവന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചാൽ, ഞാൻ ഇവനെ പിടിച്ചതിന് കാരണം മറ്റൊന്നുമല്ല, ഇവൻ ആരും കാണാതെ പൊടിച്ചെങ്കിൽ ഒരു കാര്യം സത്യമാ, ഞാൻ നിയോഗം കൊടുത്ത ഇവൻ ആരും കാണാതെ തന്നെ ഇവന്മാരെ പൊടിച്ചു കളയുകയും ചെയ്യും. നമ്മെ ദൈവം തേടി വരുമ്പോൾ നമ്മളെ കാണുന്ന ഓരോ പദ്ധതികളിലും അറിയാം ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി എന്നാന്നുള്ളത്. കർത്താവ് ഗിദെയോന്റെ ഭാവി കാലത്തെ നോക്കിക്കൊണ്ടാണ് വിളിക്കുന്നത്. എന്താണ്? ഹേ പരാക്രമശാലി എന്ന്. അല്ലേ? ദൈവം വിശ്വസ്തരെന്ന് എണ്ണിയാണ് വേലയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. യോഗ്യരായിട്ടാണോ? വിശ്വസ്തരെന്ന് എണ്ണിയാണ് ദൈവം വേലയ്ക്ക് വിളിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പരാക്രമശാലിയെ എണ്ണിയാണ് അവനെ വേലയ്ക്കാക്കുന്നത്. അപ്പോൾ തന്നെ അവന്റെ ഭാവി കാലത്തിൽ അവന്റെ പരാക്രമത്തെ ആത്മനിറവോടുകൂടെ ദൈവം പറഞ്ഞ നിയോഗത്തെ പൂർത്തീകരിക്കുന്ന ഗിദെയോനെ കണ്ടുകൊണ്ടാണ് അവനെ നിയോഗം ഏൽപ്പിക്കുന്നത്. മനസ്സിലാക്കണം, നമ്മെ ദൈവം ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒളിഞ്ഞിരിക്കേണ്ടിടത്ത് ഒളിഞ്ഞിരിക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം, മറഞ്ഞിരിക്കേണ്ടിടത്ത് മറഞ്ഞിരിക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോഴും തന്റെ കയ്യിലുള്ളത് അവിടെ പൊടിക്കാൻ മറന്നു പോവുകയും ചെയ്യരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് എനിക്ക് മനസ്സിലാകുന്ന അവിടെ വ്യക്തമായ നിലപാടുള്ള ഒരുത്തരും ഇല്ലായിരുന്നു. ഇവരെ കണ്ടു വല്ലാത്തൊരു നിലപാട് നഷ്ടപ്പെട്ട ഉപദേശത്തിന്റെ നിലപാടിൽ നീ നിന്റെ ജീവിതം നിലനിർത്തിയാൽ ഒരു കാര്യം ഉറപ്പാ, ദൈവം നിയോഗങ്ങളെ തരും. മനസ്സിലാവുന്നുണ്ടോ? ദൈവം നിയോഗങ്ങളെ തരും. എടാ, നീ അവരുടെ ഇടയിൽ ഒന്നും പോയി പ്രാർത്ഥിക്കാനിരിക്കണമെന്ന് നീ ഒറ്റ കാര്യം ചെയ്താൽ നിന്റെ കയ്യിലുള്ളതില്ലേ അത് പൊടിച്ചിട്ട് മിണ്ടാതിരുന്നാ മതി. ദൂതനറിയാം എവിടെ വരണമെന്ന്, ദൂതനറിയാം എവിടെ വരണമെന്ന്. നമ്മളെല്ലാം ചില പറയുന്നുണ്ട്, ശക്തി കേന്ദ്രങ്ങളിൽ, കേരളത്തിന്റെ ആത്മീയഗോളത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ ഒന്നും ഒരു ദൂതനും വരത്തില്ല. കാരണം എന്നാന്നറിയാമോ? അവിടെ അകൃത്യം കിടക്കുകയാണ്. അവിടെ ദൈവത്തിന്റെ ദൂതനോട് പറയും പോകേണ്ടത്, പിന്നെ എങ്ങോട്ട് പോകണം? അവിടെ ഒരുവനുണ്ട് ഒളിച്ചിരുന്ന് സ്തോത്രം ഹാലലെ പ്രാർത്ഥിക്കുന്നുണ്ട്, അവന്റെ അടുക്കലേക്ക് ചെല്ലുക. അവൻ ആ നിയോഗം കൊടുത്തിട്ട് നീ ഇങ്ങ് മടങ്ങിപ്പോന്നേക്ക. അവൻ സമയമാകുമ്പോൾ എഴുന്നിട്ട് ഒന്ന് ചെയ്തോളും. ചെയ്യുമ്പോ എന്നാ പ്രത്യേകത? ഈ നിയോഗം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു ഉപസ്ഥിരുന്നവന്മാർക്ക് അവിടെ വരുമ്പോ പ്രശ്നമാണ്. ഞാൻ പറയാൻ കേട്ടോ, നിയോഗം കിട്ടാൻ വേണ്ടി ഏതെങ്കിലും ശക്തി കേന്ദ്രത്തിൽ പോയി വീട് വെച്ച് താമസിച്ചാലൊന്നും സംഭവം നടക്കില്ല. ചിലർ അങ്ങനെയുണ്ട് കേട്ടോ. സോ ഇവിടം വിട്ട് എന്താ പറയുന്ന ഇച്ചിരി കൂടെ അങ്ങോട്ട് അല്ലേ, പത്തനംതിട്ടയുടെയും കൊല്ലത്തിന്റെ ഒക്കെ ചില പ്രത്യേക ഭാഗങ്ങളിലൊക്കെ പോയി വീട് വെച്ച് താമസിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പ്രത്യേകം ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് നിയോഗം കൊടുക്കുന്നത് വെറുതെയാണ്. അവിടെ പ്രവേശ ദൈവത്തിന്റെ ദൂതനേ പോകത്തില്ല.
ദൈവത്തിന്റെ ദൂതൻ നോക്ക്, എവിടെയാണ് ഏറ്റവും നല്ല വെള്ളം ഒഴുകി വരുന്ന സ്ഥലം എവിടെയാ, മണ്ണിടിഞ്ഞു വീഴുന്നത് എവിടെയാണ്, എവിടെയാണ് ഉരുള് പൊട്ടുന്നത്, എവിടെയാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്, എവിടെയാണ് ആരും വേണ്ടാതെ കിടക്കുന്നത്, അങ്ങോട്ട് ചെന്ന് അവിടെ ആരിരുന്ന് ഇങ്ങനെ പൊടിച്ചോണ്ടിരിക്കുന്നു, അവന് ദൈവം ദൂത് കൊടുക്കും. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ആ മോശയുടെ അടുക്കൽ ചെന്നിട്ട് ദൈവം ഈ അടയാളം കൊടുത്തിട്ട് പറഞ്ഞു, സ്തോത്രം, ഞാൻ നിന്നെ അയച്ചു എന്നുള്ളത് ഈ അടയാളങ്ങൾ നീ വെളിപ്പെടുത്തുമ്പോൾ അവർ വിശ്വസിച്ചോളും. പിടികിട്ടിയോ? അതുകൊണ്ട് സ്വതം മറങ്ങിയിരുന്നവരും ആരാലും തിരിച്ചറിയാതെയും ആരാലും ഗണിക്കാതെ ആരെങ്കിലും ജീവിക്കുന്നുണ്ടെ മനസ്സിലാക്കിക്കോണം, നീ ദൈവത്തിന്റെ കാര്യപരിപാടിയിലാണെങ്കിൽ നിന്നെ ഓർത്ത് ഭാരപ്പെടേണ്ട. നിന്റെ വീട് സ്വർഗത്തിലെ ദൂതൻ അറിയുന്നുണ്ട്, നിന്റെ പോകുന്ന വഴി സ്വർഗത്തിലെ ദൂതൻ അറിയുന്നുണ്ട്. അപ്പൊ തന്നെ വേറൊരുത്തിനപ്പുറത്തുണ്ടേ ഒരു പ്രവാചകൻ, പേര് ബിലയ. അവന്റെ വീടും ദൈവത്തിന്റെ ദൂതൻ അറിയുന്നുണ്ട്, അവന്റെ വണ്ടി ഓടുന്ന റൂട്ടും ദൈവത്തിന്റെ ദൂതൻ അറിയുന്നുണ്ട്. അവന്റെ വണ്ടി ഇടിയോടിടിയ, വഴിനീള പ്രശ്നം, വീട്ടിൽ പ്രശ്നം, എല്ലാം പ്രശ്നം. എന്നാന്നറിയാമോ? അവനെ കാണാൻ മറ്റൊരു ടീംസ് വന്നിട്ടുണ്ട്. അവർ ഇച്ചിരി പൈസ കൊടുത്തപ്പോ ഇവർ അവരുടെ കൂടെ പ്രവചിക്കാൻ പോയി. അവരുടെ കൂടെ ഇരുന്ന് കാപ്പി കുടിച്ചു, ഉള്ള കള്ളമോതെല്ലാം പറഞ്ഞുകൊണ്ട് നിന്നു. പക്ഷെ പ്രാർത്ഥിച്ച് കാര്യങ്ങൾ വന്നപ്പോ ദൈവത്തിന് തന്നെ നീതിയുണ്ടല്ലോ, അതുകൊണ്ട് അവൻ തീരാതെ രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞൊരു കാര്യം, ദൈവത്തിന്റെ ദൂതൻ അറിയാം നമ്മുടെ ഓരോരുത്തരുടെയും വഴി. ദൈവത്തിന്റെ ദൂതൻ അറിയുന്നുണ്ട് നമ്മുടെ വഴികൾ ഓരോന്നും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലായി, നിയോഗമില്ലാത്തവനാണ് ദൈവത്തിന്റെ നിയോഗം ലഭിച്ചെങ്കിൽ. ഞാനൊരു ഭാഗം കൂടെ ഞാൻ എടുത്തു വായിക്കാം. ഗലാത്യ ലേഖനത്തിന്റെ അകത്ത് അതിന്റെ 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ചിന്തിക്കാത്തൊരു വിഷയമുണ്ട്. പൗലോസിന്റെ വിഷയമാണ്. പൗലോസിന്റെ വിഷയത്തിൽ പറയുമ്പോൾ പൗലോസ് ഈ ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ ജനത്തിന്റെ കാഴ്ചപ്പാടൊന്ന് നോക്കണമല്ലോ. നമുക്കതൊന്ന് എടുത്ത് വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഗലാത്യ ലേഖനം അതിന്റെ 1-ാം അധ്യായം. ഹല്ലേലൂയ. അതിന്റെ 21 വായിച്ചേ, അല്ലെങ്കിൽ 19 വായിച്ചേ. എന്നാൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ വേറൊരുത്തിനെയും കണ്ടില്ല. ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് പോഷ്കല്ല എന്നതിന് ദൈവം സാക്ഷി. പിന്നെ ഞാൻ സുറിയ, കിലിക്കിയ ദിക്കുകളിലേക്ക് പോയി യഹൂദിയയിലെ ക്രിസ്തു സഭകൾക്കോ. ധൈര്യത്തോടെ വായിക്ക്, ഞാനല്ലേ പ്രസംഗിക്കുന്നത്. ഞാൻ ഉപപരിചയം ഇല്ലാത്തവൻ ആയിരുന്നു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പോസ്തലനായ പൗലോസ് ദൈവസഭ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്നപ്പോൾ കൂടെയുള്ളവരെല്ലാം പൗലോസിനെ കാണുന്ന എങ്ങനെയാണെന്നറിയാവോ? പൗലോസിനെ കാണുന്നു പറഞ്ഞാൽ അവിടെ വായിക്കുന്നത് യഹൂദിയ സഭയിലെ, അല്ലെ, യഹൂദിയിലെ ക്രിസ്തു സഭകൾക്ക് ഞാൻ മുഖപരിചയം ഇല്ലാത്തവനായിരുന്നു. 23-ാം വാക്യം, മുമ്പേ നമ്മെ ഉപദ്രവിച്ചവൻ മുമ്പേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് മാത്രം. അവർ അത് കേട്ട് എന്നെ ചൊല്ലി ദൈവത്തെ എന്ന് പറഞ്ഞാൽ എന്താ? മഹത്വപ്പെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മഹത്വപ്പെടുത്തുന്നതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ ചില സാക്ഷികളായിട്ട് പണ്ടിങ്ങനെ കൊല്ലാൻ നടന്നതായിരുന്നു, ഇപ്പൊ രക്ഷിക്കപ്പെട്ടത് സ്തോത്രം, പണ്ട് കയ്യിൽ ഇടതും വലുതും ഓരോ ടോൾബോറും പിടിച്ചൊന്ന് നടന്നവരായിരുന്നു, തീവ്രവാദികളായിരുന്നു, ഇപ്പൊ ഇന്ത്യത്തേക്ക് വന്നു എന്ന് പറയുന്ന സാക്ഷികൾ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. പണ്ട് നീ എങ്ങനെയായിരുന്നു, അതൊന്നും കർത്താവിന്റെ ക്രൂശിൽ ചോട്ടി വരുമ്പോ പിന്നെ എഫക്റ്റ് അല്ല. മനസ്സിലാകുന്നുണ്ടോ? അവിടെ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. അപ്പൊ സഭയ്ക്കകത്ത് മുഴുവനും പറയുന്ന കാര്യം എന്നാണ്, അത് പണ്ട് ഞങ്ങൾ ഓർക്കുന്നുണ്ട്, ഇവര് ക്രിസ്ത്യാനികളെല്ലാം നമ്മുടെ സഹോദരങ്ങളെ പിടിച്ചു ഉപദ്രവിച്ചു, ഇവനായിരുന്നു, അവർക്ക് രക്ഷിക്കപ്പെട്ടു, ഇവർ ദൈവകൃപയിലേക്ക് വന്നു. ഞാൻ പറയട്ടെ, ആ ഒരു സാക്ഷ്യത്തിന്റെ പുറകിൽ ഇരുന്നാൽ ഒരു ആയുസ് മുഴുവൻ ആ സാക്ഷ്യത്തിന് പുറകിലിരിക്കും. പൗലോസ് അതിന്റെ പുറകിൽ ഇരുന്നില്ല. പൗലോസ് പറയുന്ന വാക്കും കേട്ടോ, മുമ്പേ നമ്മെ ഉപദ്രവിച്ചവൻ താൻ മുമ്പേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് മാത്രം. കണ്ടോ? അവർ കേട്ട് എന്നെ കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. പക്ഷേ എന്താ ഉണ്ടാകുന്നത്? ഇതുകൊണ്ട് മാത്രം നിൽക്കുന്നതല്ല ദൈവത്തിന്റെ പ്രവൃത്തി. എന്നാൽ അതിന്റെ 2-ാം അധ്യായം നമ്മൾ തുടങ്ങുമ്പോൾ 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർന്നബാസുമായി തീത്തോസിനെ കൂട്ടിക്കൊണ്ട് വീണ്ടും യെരുശലേമിലേക്ക് പോയി. കണ്ടോ? അവിടെ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നതിന് മുമ്പ് 14 വർഷം വെയിറ്റ് ചെയ്തപ്പോഴാണ് പൗലോസിന് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അവിടെ പിന്നെ ചെല്ലുമ്പോ പൗലോസ്, എനിക്കൊരു മനസ്സിലായി, ശൗൽ എന്നുള്ള പേരാണ് യെരുശലേമിൽ എല്ലാവരും അറിഞ്ഞുകൊണ്ടിരുന്നത്. അവൻ ആ പേര് മാറ്റി പൗലോസിനായപ്പോ പിന്നെ പൗലോസിനാരും അറിയില്ലല്ലോ. പണ്ട് എല്ലാവരും കൊല്ലാൻ നടന്ന പേര് മറ്റൊന്നായിരുന്നു, ഇപ്പൊ ഇത് വേറെ പേരാ.
മനസ്സിലാക്കണേ. സോ അത് പണ്ട് ഏതെങ്കിലും പേരിന്റെ പിന്നിൽ നടന്നിട്ട് ഇന്നും ആ സാക്ഷ്യം പറഞ്ഞൊക്കെ പറ്റുന്ന പേരൊന്ന് മാറ്റിയിട്ട് കൃപയിൽ ഇരുന്ന് കർത്താവിനെ പ്രസംഗിക്കാൻ നോക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഈ വേണ്ടാത്ത വഴികളിലൂടെ പോയി ജനത്തെ കലക്കരുത്. ഹല്ലേലൂയ. 14 ആണ്ട് കഴിഞ്ഞപ്പോഴത്തേനും പൗലോസ് അവിടെ ചെന്നു. ഇവിടെ പ്രശ്നം വളരെ ഇതാ. പണ്ട് വന്ന് സാക്ഷ്യപ്പെട്ട ആരാഞ്ഞപ്പോ അവിടെ നിന്ന് ശൗൽ എന്ന് പേരുള്ള പൗലോസ് ഇന്ന് നമ്മൾ ഒരു സാക്ഷ്യം പറയുന്നതായിരിക്കും. എല്ലാ കൺവെൻഷനും ഇങ്ങനെ പണ്ട് കൊല്ലാൻ ഓടിച്ചതും പിന്നെ വന്നപ്പോൾ തേജസ് കണ്ട സാക്ഷ്യം പറഞ്ഞു. അപ്പൊ നമ്മളെ പലരെയും ഈ സ്പർശിക്കുന്നത് പണ്ട് കൊല്ലാൻ ഓടിച്ച കാര്യമാണ് വെക്കുന്നത്. അന്ന് അവൻ എത്ര പേരെ തീർത്തു. ഇതാണ് ആ ലിസ്റ്റ്. 1, 2, 3 എന്ന് പറഞ്ഞാൽ ലിസ്റ്റാണ്. ഇതൊക്കെ ഉപേക്ഷിക്കേണ്ട സമയമായി. ഹല്ലേലൂയ. കർത്താവിനോടുപോലെ പ്രസംഗിക്കണമേ. ദൈവസന്നിധിയിലേക്ക് അടുത്തു വരണം. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി ഒരു നല്ല ഇടയൻ സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുകയും അത് വീണ്ടും പ്രാപിക്കുകയും ചെയ്യുന്നവരാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതുകൊണ്ട് ഇന്ന് പകൽ നേരം നമ്മൾ ആ കൃപയിൽ നമ്മൾ ആശ്രയിക്കാം. ഈ വചനങ്ങളാൽ സ്വർഗം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ നേരം കർത്താവിന്റെ കൃപ നമ്മളോട് കൂടെ ഉണ്ടല്ലോ. കർത്താവിന്റെ ആശ്വാസകാലം